ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനമെന്ന് പറയുന്നത് സ്വർണമോ രത്നമോ ഒന്നുമല്ല. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സാധനമെന്ന് പറയുന്നത് ഒരു വിഷൻ ഉള്ള ഒരു ബ്രാൻഡ് ആണ്. നമുക്ക് രണ്ട് രീതിയിലാക്കാം ഇത്. ആദ്യം ഞാനൊരു രണ്ടോ മൂന്നോ ഫേസിലായിട്ട് ചെയ്യാം ഈ ഒരു സെഷൻ. ഒന്ന്, നമ്മുടെ ചൈന ജേണിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ തരാം. അത് കഴിഞ്ഞിട്ട് ബ്രാൻഡ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രോസസ്സിൻ്റെ ഒരു എഡ്യൂക്കേഷൻ തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് കസ്റ്റമൈസ്ഡ് ചോദ്യങ്ങൾ എന്തുണ്ടെങ്കിൽ അതും കൂടി ആൻസർ ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം, ആ ഒരു മോഡൽ. അപ്പം നമ്മളൊരു സീരിയസ് മോഡൽ വെറുതെ കയറി നോക്കിയിട്ട് ഒന്ന് പോകാം എന്നുള്ള കൺസെപ്റ്റിൽ ആരും ഈ വെബിനാറിന് ജോയിൻ ചെയ്യരുത്. ഇത് നമ്മൾ ചിലപ്പം 10 ലക്ഷമോ 20 ലക്ഷമോ കോടികളോ കൊടുത്താൽ കിട്ടാത്ത ഒരു കൺസെപ്റ്റ് ആയിരിക്കും നമുക്ക് ഇതിന് കിട്ടുക. അതുകൊണ്ട് തന്നെ ഒരു സീരിയസ് ആയിട്ടിരിക്കുന്ന ഓഡിയൻസ് ആണ് നമുക്കിവിടെ വേണ്ടത്. ഞാൻ പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ഈ ട്രാവൽ ആൻഡ് ഗ്രോയുടെ കൺസെപ്റ്റ് തന്നെ, ട്രാവൽ ആൻഡ് ഗ്രോ എന്ന കമ്പനിയുടെ നമ്മുടെ കൺസെപ്റ്റ് തന്നെ ട്രാവൽ ആൻഡ് ഗ്രോ എന്നുള്ളതാണ്. അതായത് ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ഫോർ പ്രീമിയം ബിസിനസ് ട്രാവൽ. അതായത് ബിസിനസ്സുകാരൻ്റെ അവൻ്റെ ബിസിനസ് ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഒരു ട്രാവൽ നീഡ്സ് മാത്രം ഫുൾഫിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ട്രാവൽ ആൻഡ് ഗ്രോ എന്ന് പറയുന്നത്. നമ്മൾ ദുബായിലും അതുപോലെ തന്നെ കോഴിക്കോടുമാണ് പ്രസൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ചൈന ക്യാൻറ്റൺ ഫെയർ ട്രിപ്പിന് പോകാമെന്ന് പറയുമ്പം തന്നെ നമ്മളൊരു ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചൈന കാണിച്ച് ക്യാൻറ്റൺ ഫെയറിന് കൊണ്ടുപോയി ടെക്നിക്കലി അവരെ ഹോട്ടലിലിട്ട് ഹോട്ടലിൽ നിന്ന് ക്യാൻറ്റൺ ഫെയറിലേക്ക് കൊണ്ടുപോയി ക്യാൻറ്റൺ ഫെയർ കാണിച്ച് ടെക്നിക്കലി തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് അല്ല നമ്മുടെ ഒരു ക്യാൻറ്റൺ ഫെയർ ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ ക്യാൻറ്റൺ ഫെയർ ട്രിപ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റിയാണ്. നമ്മളിപ്പോൾ 200ഓളം യാത്രകൾ നടത്തി. ആ യാത്രകളിലായിട്ട് 10,000-ഓളം ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കി. ജീവിതത്തിൽ ഗ്രോ ചെയ്യണം, എവിടെയെങ്കിലുമൊക്കെ എത്തണം എന്ന് ചിന്തിക്കുന്ന ഒരു സമാന മനസ്കരായിട്ടുള്ള പ്രോഗ്രസീവ് ആൻഡ് ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് എല്ലാവരുടെയും കൂടി സ്വത്ത് കൂട്ടുമ്പോൾ വലിയ $1 ബില്യൺ ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം തോന്നുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കാനും നമുക്കൊരു മറ്റൊരു രാജ്യത്ത് ഓപ്പറേഷൻ വേണം തോന്നുമ്പോൾ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാനും നമുക്ക് ഒരു ബ്രാൻഡിങ് വർക്ക് വേണം തോന്നുമ്പോൾ അത് ചെയ്യാനും നമുക്കൊരു സിസ്റ്റം ആൻഡ് പ്രോസസ് ആൻഡ് HR ബിൽഡ് ചെയ്യണം തോന്നുമ്പോൾ അത് ചെയ്യാനും നമുക്ക് ഏത് രാജ്യത്ത് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ എയർപോർട്ടിൽ വന്ന് ഒരാൾ എടുക്കണം എന്ന് തോന്നുമ്പോൾ എയർപോർട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ കെട്ടിപ്പിടിച്ച് സ്വീകരിക്കാൻ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റി, ആ രീതിയിലാണ് നമ്മളൊരു ബിസിനസ് നെറ്റ്വർക്കിംഗ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. ആ കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വരിക എന്ന് പറയുമ്പം നമ്മൾ ചിലപ്പോൾ ഞാനൊക്കെ ഒരു വർഷക്കാലം മുഴുവൻ നമ്മൾ വർക്ക് ചെയ്താലും ചിലപ്പം അത്തരം 10 ആളുകളുമായിട്ട് പരിചയപ്പെടാൻ നമുക്ക് പറ്റില്ല. ഒരു മനുഷ്യൻ യൂഷ്വലി ഒരു വർഷം മുഴുവൻ വർക്ക് ചെയ്താൽ അത്തരം എഫ്ലുവൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസീവ് തിങ്കിങ് ഉള്ള പോസിറ്റീവ് മൈൻഡുള്ള റിച്ച് മൈൻഡ് സെറ്റുള്ള ബിസിനസ്മാൻമാരായ 10 പേരെയും കൂടി നമ്മളെ സർക്കിളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയാണ് നമ്മൾ ആയിരക്കണക്കിന് ആൾക്കാരുള്ള 10,000-ഓളം ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. എല്ലാവരും നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് വെൽക്കം ചെയ്യും. അതാണ് ഒരു ആസ്പെക്റ്റ്. രണ്ടാമത്തത്, നമ്മൾ കുറച്ചുകൂടി വളരെ സാധാരണക്കാരല്ല, നേരെ മറിച്ച് ബിസിനസ്സിലൊരു 100 കോടി, അതല്ലെങ്കിൽ ഒരു 50 കോടി, അല്ലെങ്കിൽ ഒരു 200 കോടി, ഒരു 250 കോടി, അത്തരം രീതിയിലേക്ക് വളരണം, ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡായി മാറണം എന്ന് ചിന്തിക്കുന്ന ഒരു ഹൈ എൻഡ് ബിസിനസ്മാൻമാരെ അത് അവരിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സ്വപ്നത്തിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു എലമെൻറ്റ്. അപ്പോൾ ഒരു ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? സെലക്റ്റീവ് ഓഡിയൻസിനെ കൊണ്ടുപോയി അവരുടെ വിഷനിൽ അവരുടെ സ്വപ്നത്തിൽ വെറും ചൈനയിൽ കൊണ്ടുപോരാന്നല്ല, അവർ എന്ത് സ്വപ്നം കണ്ടാണോ നമ്മുടെ നെറ്റ്വർക്കിലേക്ക് ജോയിൻ ചെയ്യുന്നത് ആ സ്വപ്നത്തിലേക്ക് അവരെത്തുന്നത് വരെ അവരുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ള കൺസെപ്റ്റാണ്. അത് ചിലപ്പോൾ 5 വർഷം എടുക്കും, ചിലപ്പോൾ 10 വർഷം എടുക്കും. ഒരുപാട് വർഷങ്ങൾ അവരുടെ കൂടെ യാത്ര ചെയ്യണം. അപ്പോഴേ അവർ ആ സ്വപ്നം ഒരു മിനിമം ഒരു ബ്രാൻഡ് ഡെവലപ്പായി ഒരു ബ്രാൻഡ് IPOയിലോ അല്ലെങ്കിൽ ഒരു VC ഫണ്ടിങ്ങിലേക്കോ ഒക്കെ പോയി വരുമ്പോൾ ഒരു വിഷൻ അച്ചീവ് ചെയ്ത് വരുമ്പം യൂഷ്വലി മിനിമം ഒരു 10 ഇയേഴ്സ് സൈക്കിൾ എടുക്കും. ആ 10 ഇയേഴ്സും നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ മെൻറ്ററിങ്ങും കോച്ചിങ്ങും സപ്പോർട്ടും നെറ്റ്വർക്കിങ്ങും ഫണ്ടിങ്ങും എല്ലാ സംഭവവും തരാം അല്ലെങ്കിൽ തരുമെന്നുള്ള ഉറപ്പോട് കൂടിയുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്നു, നല്ലൊരു ടീമായിരിക്കും, നമ്മൾ ഹിൽട്ടണിൽ ചെക്ക് ഇൻ ചെയ്യുന്നു, അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴൊക്കെ ഗ്യാപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചർച്ചകൾ നടത്തുന്നു. അത് കഴിഞ്ഞ് ക്യാൻറ്റൺ ഫെയർ ആദ്യത്തെ ദിവസം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഐഡിയ വെച്ചായിരിക്കുമല്ലോ ഇവിടുന്ന് പോകുന്നത്. ആ ഐഡിയ വെച്ച് പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. അന്ന് നമ്മൾ പർച്ചേസുകളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. രണ്ടാമത്തെ ദിവസം നമ്മൾ ആദ്യത്തെ ദിവസം ഫൈനലാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒന്നും കൂടി ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ നമ്പറും കാര്യങ്ങളും കൊട്ടേഷനൊക്കെ എടുത്തു പോരുന്നു.
മൂന്നാമത്തെ ദിവസം നമ്മൾ പിന്നെ മാർക്കറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു. അതിൽ ലോകത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റായ ഫോഷാൻ മാർക്കറ്റ് ഒന്ന് പോകണം. അതുപോലെ തന്നെ ലോകത്തെ ഒരു രണ്ടാം സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന, ഏഷ്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന ഷെൻസണിലൊന്ന് പോകണം. അവിടുത്തെ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലെ തന്നെ ഗ്വാൻസോ മാർക്കറ്റ് എല്ലാത്തിൻ്റെയും, അതായത് ഗാർമെൻറ്റ്സ് ആവട്ടെ, ബെൽറ്റ് ആവട്ടെ, വാച്ച് ആവട്ടെ, അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആവട്ടെ, എല്ലാമുള്ള സ്പെഷ്യലി നമ്മൾ ലോക്കൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അല്ലെങ്കിൽ ഒരു ഹൈപ്പർ സ്റ്റോറിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളുള്ള ഒരു അടിപൊളി മാർക്കറ്റ്. അങ്ങനെ ചൈനയുടെ മാർക്കറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ അപ്പോഴും പർച്ചേസുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഫൈനൽ ചെയ്ത പ്രൊഡക്റ്റുകളെ നമ്മൾ പിന്നീട് അവരുമായിട്ട് സംസാരിച്ച്, അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ തന്നെ സിമിലർ മറ്റ് സപ്ലയേഴ്സിനൊക്കെ ഒന്ന് കണ്ടെത്തി, അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് വെച്ചാൽ നമുക്ക് കൺഫ്യൂഷൻസ്. നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ കച്ചവടമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ലോക്കലി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ഒരാൾ കൊണ്ടുവരുന്ന സാധനം അയാൾ പറയുന്ന പ്രൈസിന് വാങ്ങിയിട്ട് ഇങ്ങനെ വിൽക്കുകയായിരിക്കും. അയാൾ നമ്മളോട് എപ്പോഴും പറയാറുണ്ട്, ഇങ്ങക്ക് ചൈനയിൽ പോയി കൊണ്ടുവരാൻ കഴിയില്ല, കാരണം അതിന് വലിയ കണ്ടെയ്നർ എടുക്കണം, വലിയ പൈസ ഇൻവെസ്റ്റ് ചെയ്യണം, അത് കസ്റ്റംസിൽ പിടിക്കും, അതിൻ്റെ ഷിപ്പിംഗ് ഭയങ്കര പ്രശ്നമാണ്, വലിയ വലിയ കണ്ടെയ്നർ മാത്രമേ വരുള്ളൂ, ചൈനക്കാർക്ക് പൈസ കൊടുത്താൽ അവർ മുങ്ങും. അങ്ങനെയൊക്കെ നമ്മളെ പറഞ്ഞ് പറ്റിച്ചിട്ടായിരിക്കും നമ്മൾ ഇത്രയും കാലം ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസിന് നമ്മളെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു റിസ്ക് എടുക്കാനുള്ള ധൈര്യവും നമുക്കുണ്ടാവില്ല. അപ്പോൾ നമ്മളെ കൂടെ ഒരാൾ വരുമ്പോൾ അവൻ്റെ ബ്രാൻഡ് ഡെവലപ്മെൻറ്റിനോട് കൂടെ ആ ഒരു ചൈനയിലെ ലോക്കൽ ലോജിസ്റ്റിക്സ്, അതായത് അയാളുടെ പ്രൊഡക്റ്റ് വാങ്ങാനും അത് ഷിപ്പ് ചെയ്യാനും അതിവിടെ എത്താനും അത് ബ്രാൻഡാക്കാനും അയാളുടെ ബ്രാൻഡിൽ അടിച്ചു വരാനും ഒക്കെയുള്ള. ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളിപ്പോഴാണ് ചൈനയിൽ പോകുന്നത്. ജീപ്പാസ് ബഷീർക്ക് 20 വർഷം മുമ്പ് പോയി. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നു, സാലിഹ് ഇരിക്കുന്നുണ്ട്. സാലിഹിനെ ഞാനൊരു 15 വർഷമായിട്ട് അറിയാം. അവൻ ചൈനയിൽ നിന്ന് പലപ്പോഴും ഇലക്ട്രോണിക്സിൻ്റെ പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്നിട്ട് റിയാദിൽ വിൽക്കുന്നത് കാണാം. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ബേസിക്കലി ജീപ്പാസ് ബഷീർക്കയും ചൈനയിൽ പോയിട്ടുള്ളത്. പക്ഷേ ജീപ്പാസ് ബഷീർക്ക ജീപ്പാസ് എന്നുള്ള ഒരു ബ്രാൻഡ് അടിച്ചു കൊണ്ടുവന്നു. സാലി വെറുതെ ഒരു സാധനം തൊക്കിലിടുക്കി പോന്നു. സാലി ഇപ്പോഴും സാലി ആയിരിക്കുന്നു, ബഷീർക്ക ജീപ്പാസ് ബഷീർക്കയായി. അവിടെയാണ് നമ്മളെ മൈൻഡ് സെറ്റിലുള്ള ഒരു മാറ്റം. നമ്മൾ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ബ്രാൻഡ് ഡെവലപ്മെൻറ്റിലേക്കുള്ള എഡ്യൂക്കേഷനോട് കൂടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും, ഇവിടെ തിരിച്ച് സാധനങ്ങൾ നിങ്ങൾ ഏത് രാജ്യത്താണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കാനും, ഏത് രീതിയിലുള്ള പർച്ചേസാണോ ചെയ്യാൻ, ചെറിയ ക്വാണ്ടിറ്റി, ചിലപ്പോൾ 200, ഇപ്പോൾ ഞങ്ങളൊക്കെ ഫാർമസിക്ക് വേണ്ടി സാധനങ്ങൾ 200, 300, 500 ഒക്കെ ക്വാണ്ടിറ്റി അടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പേരിൽ അടിച്ചിട്ടുണ്ട് 500 പീസൊക്കെ. അത് അടിച്ചപ്പോൾ ഓൾറെഡി സാധനം UAE വരുന്നുണ്ട്. അപ്പോൾ എവറിത്തിങ് ഈസ് പോസിബിൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് കാര്യമായിട്ട് പറഞ്ഞുതരാം. ഇതെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യങ്ങളാണ്. അതായത് കച്ചവടം എന്ന് പറയുന്നത്, ഈ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനമെന്ന് പറയുന്നത് സ്വർണമോ രത്നമോ ഒന്നുമല്ല. ഈ ലോകത്ത് ഇന്ന് ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും വിലപിടിപ്പുള്ള സാധനമെന്ന് പറയുന്നത് ഒരു വിഷൻ ഉള്ള ഒരു ബ്രാൻഡ് ആണ്. ഒരു വിഷൻ ഉള്ള ഒരു ബ്രാൻഡാണ്. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ലുലു തക്കാളിയും പച്ചമുളകും വിറ്റിട്ട്, അല്ലെങ്കിൽ അരിയും പഞ്ചസാരയും വിറ്റിട്ട് എത്ര പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ലുലുവിൻ എന്ന ബ്രാൻഡിൻ്റെ വാല്യൂഷൻ. ഏകദേശം 47,000 കോടി രൂപയാണ്. ലുലു ഇനി തുറക്കാനിരിക്കുന്ന ഷോപ്പുകളുടെ വിഷൻ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ട് ലുലുവിൻ്റെ 30% ഷെയർ വിൽക്കുമ്പോൾ 14,000 കോടി രൂപക്കാണ് ആ ഷെയറുകൾ ഒരു 2 മണിക്കൂർ സമയം കൊണ്ട് വിറ്റുപോയത്. 14,000 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് ഉണ്ടാക്കാൻ ചിലപ്പോൾ പതിറ്റാണ്ടുകളോ ഒരു ജനറേഷനോ 2 ജനറേഷനോ ഒക്കെ എടുക്കും. അവിടെയാണ് ഒരു ബ്രാൻഡിൻ്റെ വിലയും ഒരു ബ്രാൻഡിൻ്റെ വിഷൻ്റെ വിലയും നമുക്ക് മനസ്സിലാവുന്നത്. കല്യാൺ സിൽക്സ് അല്ലെങ്കിൽ കല്യാൺ ജ്വല്ലറി, കല്യാൺ ഗ്രൂപ്പ്, അവരെത്ര നെറ്റ് പ്രോഫിറ്റിൽ ക്യാഷ് ഉണ്ടാക്കി എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കറിയുമായിരിക്കും, പക്ഷേ അത് ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. പക്ഷേ ആ എമൗണ്ടിനേക്കാളൊക്കെ എത്രയോ ഇരട്ടിയാണ് കല്യാൺ എന്ന ബ്രാൻഡിൻ്റെ വാല്യുവേഷൻ. ആ ബ്രാൻഡിൽ നിന്ന് 57,000 കോടി രൂപയുടെ വാല്യുവേഷനുണ്ട്. അതിൻ്റെ 10% പോലും ലിസ്റ്റ് ചെയ്യുമ്പോൾ അതായത് 5,700 കോടിയോളം രൂപയാണ്. നമുക്ക് 10-20% ലിസ്റ്റ് ചെയ്താൽ തന്നെ വലിയൊരു സംഖ്യയാണ് വരുന്നത്. അപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റിൽ ഒരു ബിസിനസ്സുകാരൻ പഠിക്കേണ്ട ഒരു ആശയമെന്ന് പറയുന്നത്, അവൻ സാധനങ്ങൾ വാങ്ങുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. യൂഷ്വലി നമ്മളൊക്കെ ചെയ്യുക ട്രേഡിംഗ് ആണ്. സാധനങ്ങൾ വാങ്ങുന്നു, സാധനങ്ങൾ വിൽക്കുന്നു. ഈ സാധനങ്ങൾ വാങ്ങി സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തൂല. നമ്മൾ ലൈഫിൽ റിട്ടയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും വിൽക്കാനുണ്ടാവില്ല. നമ്മൾ അടുത്ത ജനറേഷന് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ജനറേഷണൽ വെൽത്ത് അവിടെ ഉണ്ടാവില്ല. ഈ ജനറേഷണൽ വെൽത്ത് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ബ്രാൻഡ് ബിൽഡിങ്ങിലൂടെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ലുലു ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് തുടങ്ങി.
രണ്ടെണ്ണമായി, മൂന്നെണ്ണമായി. പക്ഷേ അവരുടെ ഒരു മാറ്റം എങ്ങനെയാണ് ഈ 47,000 കോടിയുടെ എംപയർ കെട്ടിപ്പടുത്തതെന്ന് ചോദിച്ചാൽ അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. എനിക്കിത് IPOയിൽ ഇടണം, എനിക്കിത് IPOയിൽ ഇടണം. ആ വിഷനാണ് എല്ലാ പൈസയും. നമുക്കാർക്കും ഇല്ല. നമ്മൾ IPOനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ മുസ്തഫ സാഹിബ് ID ഫ്രഷ് തുടങ്ങി. അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ കസിൻസ് വിറ്റ് നടന്നിരുന്ന ഒരു ഇഡ്ഡലി, ആ ഇഡ്ഡലി വിറ്റിട്ടല്ല ക്യാഷ് ഉണ്ടാക്കേണ്ടതെന്നും ID ഫ്രഷ് എന്നുള്ള ബ്രാൻഡ് ഉണ്ടാക്കി ആ ബ്രാൻഡിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അസീം പ്രേംജിയെ പോലുള്ള ഒരു വെൻഡർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ബിഗർ ഇൻവെസ്റ്റർ അതിലേക്ക് കൊണ്ടുവന്ന് ആ ബ്രാൻഡിനെ മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ആകെ പരന്നു കിടക്കുന്ന വലിയൊരു ബ്രാൻഡാക്കി മാറ്റി. ഇപ്പോൾ ഞാൻ മുസ്തഫ സാഹിബിനെ ആദ്യം കാണുന്ന സമയത്ത് 100 കോടി കച്ചവടം പോലും ഇല്ലാത്ത കമ്പനിയായിരുന്നു. ഇപ്പോൾ അത് 1000 കോടിയുടെ മേലെ കച്ചവടമുള്ള കമ്പനിയാണ്. വെരി ഷോർട്ട് സ്പാൻ ഓഫ് ഇയേഴ്സ്. അപ്പോൾ എപ്പോഴും വിഷനാണ്. നമ്മുടെ കമ്പനിയുടെ ഒരു വില 1000 കോടി, 10,000 കോടി, 50,000 കോടി, 1,00,000 കോടിയായി ഇങ്ങനെ. ഇപ്പം മലബാർ ഗോൾഡ് നമ്മുടെ മുമ്പിലൂടെ വളരുന്ന ഒരു ബ്രാൻഡാണ്. കുറേ ജ്വല്ലറികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ ജ്വല്ലറികൾ. പക്ഷേ മലബാർ ഗോൾഡ് വർക്ക് ചെയ്തത് ബ്രാൻഡ് ബിൽഡിങ്ങിലാണ്. അവരുടെ IPO ഈ വർഷം വരാൻ പോകുന്നു. മിക്കവാറും ഈ വർഷം വരും. അവരുടെ വിറ്റുവരവ് തന്നെ നിയർലി 67,000 crore. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ വാല്യുവേഷൻ തന്നെ ഹ്യൂജ് ആയിരിക്കും. അതിലൊക്കെ അപ്പുറം നിങ്ങൾ ബൈജൂൻ എന്ന് എടുത്ത് നോക്കും. വിറ്റുവരവ് അവിടെ നിൽക്കട്ടെ, നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷമൊക്കെ ലോസിലോടിയ കമ്പനിയാണ്. എന്നിട്ട് പോലും ബൈജുവിൻ്റെ ബ്രാൻഡ് വാല്യുവേഷൻ ഒരുപാട് കോടികളായിരുന്നു. വലിയ എമൗണ്ടാണ് ഖത്തർ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഒക്കെ അവരുടെ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ 3 ടൈപ്പ് ബ്രാൻഡുകൾ നമുക്ക് ബിൽഡ് ചെയ്യാം. 3 types ഓഫ് ബ്രാൻഡ്സ്. അതിലൊന്നാമത്തത്, ഒന്നെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. പ്രൊഡക്റ്റ് ബ്രാൻഡിൻ്റെ ഏറ്റവും വലിയ അഫീഫ് എന്താ ചോദിച്ചേ? ഹൗ ആർ യു ഗെറ്റിംഗ് ന്യൂസ് റിഗാർഡിംഗ് IPOs? പറയൂ. ഈ IPOനെ കുറിച്ചുള്ള ന്യൂസുകൾ ഇപ്പോൾ കല്യാണം ഏതോന്ന് പറഞ്ഞില്ല, ഇതിനെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളാണ്? അല്ലല്ല, ഞാൻ കൂടുതലും ഗോൾഡില് കളിക്കാറ്, കമ്പനീസിലാണ് ചെയ്യാറില്ല. ഓക്കെ. അപ്പം യൂഷ്വലി നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഓരോ IPO അനൗൺസ്മെൻറ്റും വരുമ്പോൾ അതിൽ അനൗൺസ് ആയിട്ട് വരും. പിന്നെ നമ്മൾ നന്നായിട്ട് ബിസിനസ് ന്യൂസുകൾ വായിക്കണം. നമുക്ക് എപ്പോഴും ലേണിംഗ് വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബിസിനസ് ന്യൂസുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ എപ്പോഴും ഓരോ അനൗൺസ്മെൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. എസ്പെഷ്യലി നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ആപ്പിൽ നമ്മൾ കയറുമ്പോൾ എപ്പോഴും IPO എന്ന് അവിടെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അപ്കമ്മിങ് IPOs അതിൻ്റെ മേലെ എപ്പോഴും ഉണ്ടാവും ഏതൊക്കെ കമ്പനിയാണ്. അപ്പോൾ ആ ഒരു ഇറ്റ്സ് ഓൾ അബൌട്ട് ഇൻഫർമേഷൻ. നമ്മൾ വായിക്കുക, പഠിക്കുക, മാർക്കറ്റിൽ അപ്ഡേറ്റ് ആവുക. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ എവിടുന്ന് എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങളുടെ ചോദ്യങ്ങൾ ലാസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫ്ലോയിൽ ഈ പാട്ടൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതൊരു തിയറിയാണല്ലോ. കുറച്ചും കൂടി ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഓൾറെഡി പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ ഒരു എൻ്റെ മറ്റേ PJ ജോസഫ് അതിൽ എൻ്റെ ഫ്ലോ കളിയല്ലേ? ഓക്കെ. അപ്പോൾ 3 ടൈപ്പ് ബ്രാൻഡുകളാണ്. നമ്മളിപ്പോൾ ചൈനയിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചില്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയാണ് ഞാൻ പറയുന്നത്. 3 ടൈപ്പ് ബ്രാൻഡുകളാണ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക. അതിലൊന്ന് പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. പ്രൊഡക്റ്റ് ബ്രാൻഡിൽപ്പെട്ടതാണ് ജീപ്പാസ്. അബ്സല്യൂട്ട്ലി ചൈനയിൽ പോയി ആ തുടക്കത്തിലൊക്കെ, ഇപ്പം വേറെ എവിടെയെങ്കിലും ഫാക്ടറി ഉണ്ടെങ്കിലും തുടക്കത്തിലൊക്കെ അബ്സല്യൂട്ട്ലി ചൈനയിൽ പോയി അപ്രോപ്രിയേറ്റ് ഫാക്ടറി കണ്ടെത്തി അതിൽ നിന്ന് ജീപ്പാസ് ബ്രാൻഡ് അടിച്ച് കൊണ്ടുവന്ന് മിഡിൽ ഈസ്റ്റിൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് മാർക്കറ്റ് ചെയ്ത് അത് സെല്ല് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ കാണാം ഇംബക്സ് ഒരു ചൈന ഓറിയൻറ്റഡ് എന്തായാലും പറയാം ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിൽ കാണാറുണ്ട് ഒരു ബാഗിൻ്റെ കമ്പനി മൊക്കോബോറ എന്ന് പറയും. മൊക്കോബറ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. അവരെന്താ ചെയ്തിട്ടുള്ളത് വെച്ചാൽ അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാക്കി, അതിൻ്റെ ബ്രാൻഡ് ഉണ്ടാക്കി, അതിൻ്റെ കമ്പനി ഉണ്ടാക്കി, അതിൻ്റെ ലോഗോ ഉണ്ടാക്കി, ആ ലോഗോയും ബ്രാൻഡും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഇന്ന പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള സ്പെസിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. ആ സ്പെസിഫിക്കേഷനുമായിട്ട് അവർ ഇന്ന അക്രഡിറ്റേഷനുള്ള, ഇന്ന അപ്രൂവൽസ് ഉള്ള, ഇന്ന ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉള്ള, ഇന്ന മോഡലുകളുള്ള സാധനങ്ങളാണ് വേണ്ടത് എന്ന് അവൻ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ആ സാധനവുമായി അവർ ചൈനയിൽ പോയി വിവിധ ഫാക്ടറികളുമായിട്ട് അവരുടെ സ്പെസിഫിക്കേഷൻ സംസാരിച്ചു. എന്നിട്ട് ആ ഫാക്ടറികളിൽ നിന്ന് അവരുടെ സാധനങ്ങൾ അവർ പറഞ്ഞ ഒരു ക്വാണ്ടിറ്റിയിൽ, അവർ പറഞ്ഞ ഒരു ക്വാളിറ്റിയിൽ ആ സാധനം അവരുടെ ബ്രാൻഡിൽ അടിച്ച് അവരുടെ മാർക്കറ്റിൽ വന്ന് അവരതിനെ മാർക്കറ്റ് ചെയ്ത് സെല്ല് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്റ്റ് ബ്രാൻഡ് ബിൽഡിംഗ്.
അപ്പം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ബ്രാൻഡ് ബിൽഡിംഗ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു പറയപ്പെടാവുന്ന 2 ബ്രാൻഡുകളാണ്. ഫോർ എക്സാമ്പിൾ ഒന്ന് VKC, നല്ലൊരു പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. V-Guard അടിപൊളി പ്രൊഡക്റ്റ് ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈസ്റ്റേൺ എടുക്കുകയാണെങ്കിൽ നല്ലൊരു പ്രൊഡക്റ്റ് ബ്രാൻഡാണ്, ഈസ്റ്റേൺ കറി പൗഡേഴ്സ്. അതായത് ഈസ്റ്റേണിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ മിരാൻ സാഹിബ് ചെറുതായിട്ട് തുടങ്ങി മെല്ലെ 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 വളർന്നു വന്നൊരു സ്ഥാപനമാണ്. ഈസ്റ്റേൺ ഓരോ വർഷത്തിലും ഉണ്ടാക്കുന്ന നെറ്റ് പ്രോഫിറ്റിൻ്റെ കണക്കൊക്കെ അതിൻ്റെ വിറ്റുവരവൊക്കെ നമുക്കറിയാം. പക്ഷേ പൈസ കിടക്കുന്നത് അവിടെ ഒന്നുമല്ല മക്കളെ. ഞാൻ പറഞ്ഞല്ലോ, ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് ഒരു വിഷനുള്ള ബ്രാൻഡാണ്. ഒരു വിഷനുള്ള ബ്രാൻഡാണ്. മിരാൻ സാഹിബിൻ്റെ ഈസ്റ്റേൺ കറി പൗഡേഴ്സ് ഈ റീസെൻ്റ്ലി 2020 ഈ ഒരു റീസെൻ്റ് ഇയേഴ്സിൽ വാല്യുവേഷൻ ചെയ്തത് 2000 കോടി രൂപ വാല്യൂ ഉള്ള കമ്പനിയായിട്ടാണ്. MTR ഗ്രൂപ്പ് അതിനെ വന്ന് പർച്ചേസ് ചെയ്തത്, അതിൻ്റെ 67% പർച്ചേസ് ചെയ്തത് 1356 കോടി. എൻ്റെ ഫിഗേഴ്സ് ശരിയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1356 കോടി രൂപക്കാണ്. അതായത് ഈ 1356 കോടി രൂപ മീരാൻ സാഹിബിൻ്റെ കീശയിലേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വിൽക്കുമ്പോൾ. ഇത്രയും പൈസ കീശയിലേക്ക് നെറ്റ് പ്രോഫിറ്റിലൂടെ വരണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ 4, 5 പതിറ്റാണ്ടോ 2 പുരുഷായുസോ വർക്ക് ചെയ്യേണ്ടി വരും. അവിടെയാണ് ബ്രാൻഡിൻ്റെ പവർ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ബ്രാൻഡില്ലാതെ ഒരാൾ ബിസിനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അയാൾ വിഡ്ഢിയാണ്. കാരണം അയാളുടെ അധ്വാനം മുഴുവൻ എവിടെയും എത്താത്ത തുഴച്ചിലാണ്. ലക്ഷ്യബോധമില്ലാതെ കടലിൻ്റെ നടുവിൽ നമ്മൾ തുഴഞ്ഞാൽ എവിടെയും എത്തൂല. ആ തുഴച്ചിലാണ് ബ്രാൻഡില്ലാത്തവൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ഇനി 40% അല്ലെങ്കിൽ 33% ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് ആ കമ്പനിയിൽ. അതിൽ നിന്ന് ആ ഒരു ജനറേഷണൽ വെൽത്തായിട്ട് അതിങ്ങനെ ഇപ്പം നമ്മുടെ V-Guardൻ്റെ IPO കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മുടെ ചിറ്റിലപ്പള്ളി സാഹിബ് കഴിയുന്നത്ര എക്സിറ്റ് അടിച്ചു, അയാളുടെ ഷെയറുകൾ വിറ്റു. ഇനിയും അവിടെ റിമൈനിങ് ഉണ്ട്. അങ്ങനെയാണ് നമ്മൾ അപ്പോഴേക്കും അവിടെ V-Guard എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ബ്രാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം V-Guardൽ നിന്ന് കിട്ടിയ പൈസയും V-Guard നിന്ന് കിട്ടിയ ബ്രാൻഡും കൂടി V-Guard പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്തു. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. നമ്പർ 1 ബിസിനസ് എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് ആണ്. ഏതൊരു ബ്രാൻഡും, അത് മലബാർ ഗോൾഡ് ആവട്ടെ, ചിക്കിങ് ആവട്ടെ, കല്യാൺ ആവട്ടെ, V-Guard ആവട്ടെ, ആരും ആവട്ടെ, എല്ലാവരും ഇപ്പം ഈവൻ മെഴ്സിഡീസ് ബെൻസ് ആവട്ടെ, BMW ആവട്ടെ, ലുലു ആവട്ടെ, എല്ലാവരും ലോകത്തുള്ള എല്ലാ ബിസിനസ്സുകാരും അവസാനം എത്തിപ്പെടുന്ന അല്ലെങ്കിൽ എത്തേണ്ട ഒരു അൾട്ടിമേറ്റ് ബിസിനസ് മോഡലാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ യൂഷ്വലി നമ്മൾ റിയൽ എസ്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് ആ ബ്രാൻഡിനെ സെല്ല് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഹ്യൂജ് സം ഓഫ് വെൽത്ത് ഉപയോഗിച്ചിട്ടാണ് യൂഷ്വലി റിയൽ എസ്റ്റേറ്റ് ബിൽഡ്. ഇപ്പോൾ ടാറ്റ റിയൽ എസ്റ്റേറ്റിലുണ്ട്, ബിർള റിയൽ എസ്റ്റേറ്റിലുണ്ട്, അംബാനി റിയൽ എസ്റ്റേറ്റിലുണ്ട്, അദാനി റിയൽ എസ്റ്റേറ്റിലുണ്ട്, എല്ലാ ബിസിനസ്സുകാരുണ്ട്. മലബാർ ഗോൾഡ് ഉണ്ട്, അത് IPO കഴിഞ്ഞാൽ പിന്നെ വളരെ ബൂമായിട്ട് വരും അവർ. ചിറ്റിലപ്പള്ളി സാഹിബ്, V-Guard ഉണ്ട്, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ തുടക്കക്കാരാണല്ലോ. നമ്മളിപ്പോൾ വല്ല യൂസുഫ് അലിൻ്റെ വർത്താനൊന്നും ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ യൂസുഫ് അലി നമ്മളെപ്പോലെ ആയിരുന്നിട്ടുള്ളൂ ഒരു കാലത്ത്. ജീപ്പാസ് ബഷീർക്ക് നമ്മളെപ്പോലെ ആയിരുന്നിട്ടോ ഒരു കാലത്ത്. അപ്പോൾ നമ്മൾ മറ്റൊരു ബ്രാൻഡ്, ഒന്ന് പ്രൊഡക്റ്റ് ബ്രാൻഡിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. മറ്റൊരു ബ്രാൻഡാണ് റീറ്റെയിൽ ബ്രാൻഡ് എന്ന് പറയുന്നത്. റീറ്റെയിൽ ബ്രാൻഡിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നെസ്റ്റോ, ഇപ്പോൾ ജീപ്പാസ് ബഷീർക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ഉണ്ട്, ഒരു റീറ്റെയിൽ ബ്രാൻഡ്. ഫോർ എക്സാമ്പിൾ നെസ്റ്റോ 100 ഔട്ട്ലെറ്റുകളുള്ള 200 ഔട്ട്ലെറ്റുകളുള്ള ഒരു റീറ്റെയിൽ ചെയിൻ, അതൊരു റീറ്റെയിൽ ബ്രാൻഡാണ്. അത്തരം ഒരു റീറ്റെയിൽ ബ്രാൻഡ് IPOയിലേക്ക് പോയി വെറും 30% മാത്രം വിറ്റിട്ട് 14,000 കോടി റേസ് ചെയ്തതിന് എക്സാമ്പിളാണ് ലുലു. 230-ലധികം ഔട്ട്ലെറ്റുകളുള്ള ഒരു റീറ്റെയിൽ ബ്രാൻഡാണ്. മറ്റൊരു വെരി ഗുഡ് എക്സാമ്പിൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിൽ. ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന ഒരു ബ്രാൻഡാണ് ചിക്കിങ്ങിൻ്റെ ഒരു പക്ഷേ ആദ്യത്തെ കുറച്ച് സ്റ്റോറുകളാണ് അതിൻ്റെ ഫൗണ്ടേഴ്സ് തുറന്നിട്ടുണ്ടാവുക. പിന്നെ അവരതിൻ്റെ സ്കെയിലിംഗ് അപ്പ് ഫ്രാഞ്ചൈസി മോഡലിലേക്കും മറ്റ് ഫണ്ടിങ് മോഡലിലേക്കും പോകും. ഒരുപാട് ഫണ്ടിങ് മോഡലുകളുണ്ട്. ഓരോ ബിസിനസ്സിനും ഉതകുന്ന ഫണ്ടിങ് മോഡലുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം. അപ്പോൾ ചിക്കിങ് ഇങ്ങനെ ഓരോ രാജ്യത്തും ഓരോ പാർട്ട്നേഴ്സിനെ കണ്ടെത്തി, ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സിനെ കണ്ടെത്തി ഇന്ന് ഏകദേശം 300-ലധികം ബ്രാൻഡുകളുള്ള 1000 കോടിയിലധികം കച്ചവടമുള്ള വലിയൊരു ബ്രാൻഡായി ചിക്കിങ് വളർന്നു. സൂൺ നിങ്ങൾക്ക് കാണാം ചിക്കിങ് IPOയിൽ ലിസ്റ്റ് ചെയ്യുന്നത് കാണാം. അതല്ലെങ്കിൽ ചിക്കിങ്ങിൽ ഒരു അസീം പ്രേംജി വരുന്നത് നിങ്ങൾക്ക് കാണാം. ചിക്കിങ്ങിൻ്റെ 20% ഒരു അബുദാബി ഷെയ്ക്കിന് വിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ലുലുവിൻ്റെ 20% ആദ്യം വിറ്റിരുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഫണ്ടിങ് പ്രോസസ്സിൽ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ നമ്മളെ ഫണ്ട് ഇട്ടിട്ട് തന്നെയാണ് ബ്രാൻഡ് തുടങ്ങുക. നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്യും, ആ കമ്പനിക്ക് വേണ്ടി ഒരു ലോഗോ ഉണ്ടാക്കും ബ്രാൻഡിൻ്റെ. ആ ലോഗോ നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്യും. നിങ്ങൾക്കറിയോ, ഈ അടുത്തൊരു കോച്ചിങ്ങിന് പോയപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ ഒരു റീറ്റെയിൽ ചെയിൻ, എസ്പെഷ്യലി ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ റീറ്റെയിൽ ചെയിൻ, നല്ല ബ്രാൻഡിങ്ങാണ്. കോടിക്കണക്കിന് രൂപയുടെ ബ്രാൻഡിങ് വർക്ക് അവർ ചെയ്തിട്ടുണ്ട്. 100 കോടി 150 കോടിയിലധികം കച്ചവടം അവർക്കുണ്ട്, വിറ്റുവരവ് അവർക്കുണ്ട്.
എന്നെ അത്ഭുതപ്പെടുത്തിയത്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് എന്ന് വേണമെങ്കിൽ പറയാം, അവരുടെ ബ്രാൻഡ് നെയിമോ അവരുടെ ലോഗോയോ രജിസ്റ്റേർഡ് അല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളിത് രജിസ്റ്റർ ചെയ്യേണ്ട, നിങ്ങളെ ഷോപ്പിൻ്റെ മുമ്പിൽ വേറൊരാൾ ഇതേ പേരിൽ ഷോപ്പ് തുടങ്ങി നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് 10-20 ഷോപ്പായില്ലേ? അപ്പോൾ അവർ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ തമിഴ്നാട്ടിൽ വേറെ ആരോ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ പേര്. ഒരു ബ്രാൻഡ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ആ പേര് സെലക്ട് ചെയ്യാം. പേര് സെലക്ട് ചെയ്ത് അതിൻ്റെ കോർപ്പറേറ്റ് രജിസ്ട്രേഷൻ അവൈലബിൾ ആണോ നോക്കുക. ആദ്യം കോർപ്പറേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം. ഏത് രാജ്യത്തേക്കാണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഒരു ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ആ ലോഗോയെ നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്യുക. ഏതൊക്കെ മാർക്കറ്റിലാണോ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ഇതിനെ കൊണ്ട് ട്രേഡ് മാർക്ക് ചെയ്യാം. ഈ രജിസ്ട്രേഷനും ട്രേഡ് മാർക്കും കമ്പനി രജിസ്ട്രേഷനും പേര് രജിസ്ട്രേഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിൻ്റെ ബിസിനസ് മോഡൽ പോലും തുടങ്ങാവൂ, അതിൻ്റെ പ്രൊഡക്ഷൻ പോലും തുടങ്ങാവൂ, അതിൻ്റെ ഫാക്ടറി പോലും സെറ്റപ്പ് ചെയ്യാവൂ. അല്ലാതെ ബിസിനസ് ഇങ്ങോട്ട് വളർന്ന് കുറേ ഇങ്ങോട്ടായി 20-30 റീറ്റെയിൽ ബ്രാഞ്ചുകൾ തുറന്നതിന് ശേഷമല്ല ലോഗോ രജിസ്ട്രേഷന് വേണ്ടി പോകുന്നത്. നമ്മൾ ചെയ്യുന്ന വലിയ തെറ്റാണ്. അപ്പോൾ ഇത്തരം ടെക്നിക്കൽ കാര്യങ്ങളിലൊക്കെ വേണ്ട നമ്മുടെ ഒരു 10-17 വർഷത്തെ സമഗ്രമായ ബിസിനസ് കോച്ചിങ് എക്സ്പീരിയൻസ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. അപ്പോൾ രണ്ടാമത്തെ ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞത് സംഭവം എന്താ പറയുക, ഈ റീറ്റെയിൽ ബ്രാൻഡ് നമ്മളിൽ മിക്കവാറും ആളുകൾ ട്രേഡിങ് ചെയ്യുന്ന ആളുകളായിരിക്കും. സാധനങ്ങൾ വാങ്ങി സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത്. ട്രേഡിങ് ഒരു ബിസിനസ് ആണെങ്കിലും അതൊരു ബ്രാൻഡ് ബിസിനസ് അല്ല. അപ്പോൾ ഒരു റീറ്റെയിൽ ചെയ്യാനുള്ള ആൾക്ക്, പ്രധാനത്തിന് ലുലുവിന് 100 ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ ആ 100 ഔട്ട്ലെറ്റുകളിലേക്ക് ഹോൾസെയിലായിട്ട് സാധനം കൊണ്ടുവരാനുള്ള പ്രോസസ്സിൻ്റെ പേരാണ് ബേസിക്കലി ട്രേഡിങ്. ഇനി അതല്ല, നിങ്ങൾ ട്രേഡിങ്ങിലാണ് തുടങ്ങിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ജി പാസ് ബേസിക്കലി ഒരു ട്രേഡിങ് കൂടിയാണ്. അപ്പം ജി പാസ് അവിടുന്ന് അടിച്ചു കൊണ്ടുവരുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഓൾറെഡി 100-150 ഷോപ്പുകൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ ട്രേഡിങ്ങും ബ്രാൻഡും തമ്മിൽ വലിയ കണക്ഷൻ ഉണ്ട്. അവിടെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ഉണ്ടാക്കുന്നു, അതൊരു ട്രേഡിംഗ് ആണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് റീറ്റെയിലിൽ നമ്മളത് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ റീറ്റെയിൽ ബ്രാൻഡ് ട്രേഡിങ്, റീറ്റെയിൽ ബ്രാൻഡിന് വേണ്ടിയാണ് ട്രേഡിങ് തുടങ്ങേണ്ടത്. ട്രേഡിംഗ് ഉള്ളവൻ റീറ്റെയിൽ ബ്രാൻഡ് തുടങ്ങണം. റീറ്റെയിൽ ബ്രാൻഡിലേക്ക് സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായും ട്രേഡിംഗ് കമ്പനി തുടങ്ങണം. ട്രേഡിംഗ് കമ്പനി ഉള്ളവൻ നിർബന്ധമായിട്ടും ഒരു റീറ്റെയിൽ ബ്രാൻഡ് തുടങ്ങണം. ഇത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഇതൊരു അതല്ലാതെ വെറും റീറ്റെയിൽ ബ്രാൻഡും പ്രാക്ടിക്കൽ അല്ല, വെറും ട്രേഡിങ്ങും പ്രാക്ടിക്കൽ. എസ്പെഷ്യലി ട്രേഡിംഗ് ഒട്ടും പ്രാക്ടിക്കൽ. വെറും ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മൾ അന്ന് വാങ്ങി അന്ന് വിൽക്കുമ്പോൾ കിട്ടുന്ന 50 പൈസ പ്രോഫിറ്റ് അല്ലാതെ നമ്മൾക്ക് ഒരു ജനറേഷണൽ വെൽത്ത് ഒരിക്കലും അവിടെ ബിൽഡാവുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സ്, ആക്ച്വൽ ബിസിനസ് എന്ന് പറയുന്ന ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സ് അവിടെ നടക്കുന്നേ ഇല്ല. പിന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ മറ്റൊരു ബ്രാൻഡ് എന്ന് പറയുന്നത് സർവീസ് ഓറിയൻറ്റഡ് ബ്രാൻഡുകളാണ്. സർവീസ് ഓറിയൻറ്റഡ് ബ്രാൻഡുകൾ. അപ്പോൾ അതിൽ പ്രൊഡക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല, സർവീസിനാണ് ഇമ്പോർട്ടൻസ്. സർവീസ് ബ്രാൻഡ് ഇപ്പം ബൈജു ഒക്കെ ബേസിക്കലി ഒരു സർവീസ് ബ്രാൻഡാണ്. അതല്ലെങ്കിൽ അതിൽ സോഫ്റ്റ്വെയർ എലമെൻറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ സാസ് എന്ന് പറയും, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. ഇപ്പോൾ ഷമീലിനെ ഞാനിവിടെ കണ്ടു. ഷമീൽ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫങ്ഷൻ 5 എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ആ സോഫ്റ്റ്വെയർ ബേസിക്കലി സൂപ്പർ മാർക്കറ്റുകൾക്ക് വേണ്ട ERP സിസ്റ്റമാണ്. ഈ ERP സിസ്റ്റത്തെ അദ്ദേഹം ഏകദേശം 1000-ഓളം സൂപ്പർ മാർക്കറ്റുകളിൽ അദ്ദേഹം റൺ ചെയ്യുന്നു. അപ്പോൾ അവരിൽ നിന്ന് അവർക്ക് മാസത്തിൽ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു AMC കിട്ടുന്നു. ഇനീഷ്യലി പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അവർക്കൊരു ക്യാഷ് കിട്ടും. എല്ലാ വർഷവും ഇത് റിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലൗഡ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും അവർക്കൊരു ക്യാഷ് കിട്ടും. അപ്പോൾ ഇനി ഈ ഫങ്ഷൻ 5 എന്ന് പറയുന്ന ബ്രാൻഡിനെ അവരൊരു കാലത്ത് വിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഈ അസീം പ്രേംജി പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അവർ നോക്കുന്ന ഒരു സാധനം, നിങ്ങൾ എത്ര പ്രൊഡക്റ്റ് വിറ്റു, എത്ര കസ്റ്റമർ ഉണ്ട്, എത്ര യൂണിറ്റ്, എത്ര പോസ് നിങ്ങളുടേത് ഉപയോഗിക്കുന്നുണ്ട്, എത്ര കസ്റ്റമർ അക്വിസിഷൻ നിങ്ങൾക്കുണ്ട്, എത്ര ടേൺ ഓവർ നിങ്ങൾക്കുണ്ട്, അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എത്രയാണ്. ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് അവരുടെ കമ്പനിക്ക് ഒരു വാല്യുവേഷൻ കിട്ടും. ആ വാല്യുവേഷനാണ് അവരുടെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. അല്ലാതെ അവർ വിറ്റ സോഫ്റ്റ്വെയറുകളുടെ എണ്ണവും അതിൽ നിന്ന് കിട്ടിയ ചെറിയ 1500 അല്ലെങ്കിൽ 5000 10,000 ദിർഹംസ് അല്ല. അവിടെ കിട്ടാൻ പോകുന്ന 10,000-കണക്കിന് കോടികൾ അവരുണ്ടാക്കിയെടുത്ത ഫങ്ഷൻ 5 എന്നുള്ള ബ്രാൻഡാണ്. ഞാനിവിടെ അൻസാർ സാഹിബിനെ കാണുന്നു. അൻസാർ സാഹിബ് ബേസിക്കലി റീറ്റെയിൽ സർവീസ് ഇൻഡസ്ട്രിയാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റീരിയറിൻ്റെ ഫിറ്റ് ഔട്ട് സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ റീറ്റെയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള ആളുകളുടെ, ഒരു ഉദാഹരണത്തിന് ഒരു മലബാർ ഗോൾഡിൻ്റെ അല്ലെങ്കിൽ ഒരു ഡമാസിൻ്റെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ ഒരു സൺഗ്ലാസ് ഹട്ടിൻ്റെ, അതല്ലെങ്കിൽ ഒരു കാരിഫോറിൻ്റെ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ജോർദാനയുടെ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ആ ഷോപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അതിൻ്റെ ഒരു റൂം അങ്ങോട്ട് വാങ്ങിയിട്ട് ഒരു ഷോപ്പാക്കി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സാണ് ടേൺ കീ പ്രൊജക്റ്റുകൾ. അപ്പോൾ അവിടെ അതിൽ നിന്ന് അവരൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടാവും.
അതിൽ നിന്ന് ചെറിയൊരു പ്രോഫിറ്റ് അവരുണ്ടാക്കുന്നുണ്ടാവും, ചിലപ്പം 10% 20%. പക്ഷെ അതല്ല അവരുടെ പ്രോഫിറ്റ്. ഇന്ന ബ്രാൻഡുകൾക്കൊക്കെ ഇത് എന്താണ് പറയുക, ഇൻറ്റീരിയർ ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രീമിയം ഇൻറ്റീരിയർ സർവീസ് കമ്പനി വിത്ത് എ ഫാക്ടറി എന്നുള്ള ആ മിറാക്ക് വൺ എന്ന കമ്പനിയുടെ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിലാണ് നമ്മുടെ വെൽത്ത് കിടക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചൈനയിലേക്ക് നമ്മൾ പോകുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ഷമീലിൻ്റെത് പറഞ്ഞു. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എടുക്കുകയാണെങ്കിൽ അവർക്കും ചൈനയിൽ ഒരുപാട് സ്കോപ്പ് ഉണ്ട്. ഒന്ന്, സോഫ്റ്റ്വെയർസ് ഉണ്ട് അവിടെ. രണ്ട്, ഇതിൻ്റെ കൂടെ കുറേ പ്രൊഡക്റ്റുകളുണ്ട്. അതിൻ്റെ പോസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ബില്ലിംഗ് സിസ്റ്റം ഉണ്ട്, അതിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, അതിൻ്റെ ഒരുപാട് ഹാർഡ്വെയർ സിസ്റ്റം കൂടി അതിൻ്റെ കൂടെ പ്ലഗ് ഇൻ ബിസിനസ്സാണ്. അപ്പോൾ ചൈനയിൽ വരുന്നു, നല്ല നല്ല സോഫ്റ്റ്വെയറുകളും ടെക്നോളജികളും കണ്ടെത്തുന്നു, പുതിയ പോസ്റ്റും ഉപകരണങ്ങളും കണ്ടെത്തുന്നു, നമ്മുടെ അടിപൊളി പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ആസ് എ ബ്രാൻഡ് നമ്മുടെ ബ്രാൻഡിൽ സെല് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആര് ചൈനയിൽ വരുന്നുണ്ടെങ്കിലും അവർ നമ്മുടെ കൂടെ വരികയാണെങ്കിൽ അവർ വരേണ്ടത് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള മനസ്സുള്ളവരാണ് നമ്മുടെ കൂടെ വരേണ്ടത്. കാരണം നിങ്ങളെ ജസ്റ്റ് ചൈനയിൽ പോയി കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയുള്ള ഒരു 5 മുതൽ 10 വരെ വർഷം നമുക്കൊരുമിച്ച് നമ്മുടെ വിഷനിൽ യാത്ര ചെയ്യാന്നുള്ള. ഞാൻ അതിൻ്റെ ഒരു എന്താണ് പറയുക, ഡെപ്ത് ഓഫ് എന്താണ് പറയുക. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ചിക്കിങ് എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 10 ഷോപ്പായിരിക്കും ചിലപ്പോൾ മൻസൂർ സാഹിബ് തുടങ്ങിയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞ്. പിന്നെ ഫ്രാഞ്ചൈസിയായി നമ്മൾ പോകുമ്പോൾ ആസ് എ ഫ്രാഞ്ചൈസി ഹോൾഡർ 51% നമ്മുടേതാണ്. ആരാണോ ക്യാഷ് ഇറക്കി ആ രാജ്യത്തെ ഷോപ്പ് തുടങ്ങുന്നത് 49% അയാളുടേതാണ്. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ചെക്കിങ്ങിൻ്റെത് ഇങ്ങനെയാണെന്നല്ല പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രാഞ്ചൈസി മോഡൽ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. അപ്പം നമ്മൾ ഒരു കാലത്ത് ബ്രാൻഡ് ഉണ്ടാക്കി, ആ ബ്രാൻഡും സിസ്റ്റവുമാണ് നമ്മൾ സെല് ചെയ്യുന്നത്. നമ്മുടെ 51%. അവരിറക്കുന്നത് ക്യാഷ് മാത്രമാണ്. ആ ക്യാഷിന് അയാൾക്ക് 49%. അങ്ങനെ നമ്മൾ ഒരു 300-500 ബ്രാഞ്ചുകൾ തുറക്കുമ്പോൾ നമ്മളൊരു 10,000 കോടി കച്ചവടമുള്ള കമ്പനിയായിട്ട് വളരുകയാണ്. ഈ 10,000 കോടി കച്ചവടമുള്ള കമ്പനി അതിൻ്റെ 51% ഓണർ നമ്മളാണ്. നമ്മൾ ക്യാഷ് പോലും പിന്നീട് ഇറക്കിയിട്ടില്ല. നമ്മളെ സിസ്റ്റവും പ്രോസസ്സും ബ്രാൻഡുമാണ് ഇറക്കിയിട്ടില്ല. നമ്മളെ ബ്രാൻഡ്, അതായത് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് ബ്രാൻഡാണ്. എ ബ്രാൻഡ് വിത്ത് വിഷനാണെന്ന് പറഞ്ഞു. ഇനി വാല്യുവേഷൻ ചെയ്ത് നോക്കുമ്പോൾ ലെറ്റസ് സേ ഫോർ എക്സാമ്പിൾ ഈ ഒരു കമ്പനി 1000 ഔട്ട്ലെറ്റുകൾ വേൾഡിൽ മൊത്തം തുറന്നു, ഒരു 10,000 കോടിയുടെ വിറ്റുവരവുള്ള ഒരു കമ്പനിയായിട്ട് വളർന്നു. അതിനെ ഒരാൾക്ക് ഒരു അസീം പ്രേംജി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഒരു അബുദാബി ഷെയ്ഖിന് അല്ലെങ്കിൽ ഒരു സൗദി പ്രിൻസിന് നമ്മൾ വിൽക്കുമ്പോൾ മിക്കവാറും 10,000 കോടി വിറ്റുവരവുള്ള കമ്പനി നമ്മൾ എങ്ങനെയായാലും അതിൻ്റെ വിറ്റുവരവിൻ്റെ വിഷനുണ്ടല്ലോ, മുന്നോട്ടുള്ള വിഷനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വിറ്റുവരവിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ 5 ഇരട്ടിയോ ഒക്കെ വാല്യുവേഷൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ 10% വിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ 10,000 കോടി കച്ചവടമുള്ള ഒരു കമ്പനിയാണെങ്കിൽ, അല്ലെങ്കിൽ 1000 കോടി കച്ചവടമുള്ള ഒരു കമ്പനിയാണെങ്കിൽ, ഞാനൊരു 10,000 വെറുതെ ഇപ്പം കല്യാൺ സിൽക്സിൻ്റെയും അതല്ലെങ്കിൽ കല്യാണിൻ്റെയും ലുലുവിൻ്റെയും ഒക്കെ നമ്പർ എത്താൻ വേണ്ടി 10,000 പിടിച്ചതാണ്. 10,000 കോടി കച്ചവടമുള്ള ഒരു കമ്പനിയാണെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ 50,000 കോടിയായിരിക്കും. 50,000 കോടിയായിരിക്കും. അതിൻ്റെ ഒരു 20% വിൽക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 10,000 കോടി നെറ്റ് നമ്മുടെ കീശയിലേക്കാണ്. ഇത് നമ്മൾ കഴിഞ്ഞ 10-15 വർഷം വർക്ക് ചെയ്ത നമ്മുടെ അധ്വാനത്തിനുള്ള നമ്മുടെ ബ്രാൻഡ് വാല്യൂ ആണത്. ബ്രാൻഡ് വാല്യൂ. നമ്മളങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കങ്ങനെ വിൽക്കാൻ ഒരു സാധനമില്ല. നമ്മൾ തീപ്പെട്ടി വിറ്റു, തീപ്പെട്ടിക്ക് 50 പൈസ കിട്ടി, ഖലാസ്, നമ്മുടെ ജീവിതം അവസാനിച്ചു. അല്ലെങ്കിൽ നമ്മൾ സോപ്പ് വിറ്റു, അല്ലെങ്കിൽ അരി വിറ്റു, എന്തോ വിറ്റു, ആ വിറ്റതിന് കിട്ടിയ അന്നത്തെ 50 പൈസ 1 പൈസ പ്രോഫിറ്റ് അല്ലാതെ വേറെ ഒന്നും നമുക്ക് ജീവിതത്തിൽ എടുക്കാനില്ല. പക്ഷേ ലുലുവിനും നെസ്റ്റോയ്ക്കും ജീപ്പാസിനും ചിക്കിങ്ങിനും മലബാർ ഗോൾഡിനും അതുപോലെ തന്നെ ID ഫ്രഷിനും കല്യാൺ സിൽക്സിനും എല്ലാവർക്കും എന്തെടുക്കാനുണ്ട്? അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ യൂഷ്വലി 10 to 15 ഇയേഴ്സ് കഴിയുമ്പോൾ അവർക്കൊരു വാല്യുവേഷൻ ചെയ്ത് അവരുടെ വിറ്റുവരവിൻ്റെ 5, 3, 4 ഇരട്ടി വാല്യുവേഷൻ ഇട്ട് അതിൻ്റെ ഒരു 20-30% വിറ്റ് വലിയ ഒരു ജനറേഷണൽ വെൽത്ത് ഏൺ ചെയ്ത് ആ ജനറേഷണൽ വെൽത്ത് എടുത്തിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് കടക്കാനും മറ്റ് ബിസിനസ് മോഡലിലേക്ക് കടക്കാനും ജീവിതം സെറ്റ് ചെയ്യാനും ജീവിതം എൻജോയ് ചെയ്യാനും ജീവിതം ആസ്വദിക്കാനുമുള്ള ഒരു സ്കോപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അയാളുടെ ഫസ്റ്റ് അജണ്ട എന്തായിരിക്കും എന്ന് വെച്ചാൽ, എനിക്ക് IPOയിൽ പോകണം. ഓൻ തുടങ്ങണം തന്നെ. അപ്പം LLC ഉണ്ടാക്കണോ, LLP ഉണ്ടാക്കണോ, പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കണോ? ഓൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ടാക്കുള്ളൂ. കാരണം ഓൻ്റെ കൺസെപ്റ്റ് എനിക്ക് IPOയിൽ പോകണം. അവൻ എന്ത് ചെയ്യുമ്പോൾ ഓരോ ഫേസ് ചെയ്യുമ്പോൾ ആദ്യം ഏഞ്ചൽ ഫണ്ടിങ് വരുന്നുണ്ടാവും, പിന്നെ VC ഫണ്ടിങ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടിങ് വരുന്നുണ്ടാവും. അങ്ങനെ ഓരോ ഘട്ടത്തിലും അവനിതിൻ്റെ കൺസൾട്ടൻറ്റുമായി സമീപിച്ച് കറക്റ്റ് ഞാൻ പോകുന്ന റൂട്ട് കറക്റ്റാണോ നോക്കി ഒരു 10 ഇയേഴ്സ് 5 to 10 ഇയേഴ്സ് കൊണ്ട് ഇവർ IPO അടിച്ചിരിക്കും. ഈ ഇന്ത്യൻ IPOയുടെ ഒരു പ്രത്യേകതയും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഏകദേശം എനിക്ക് തോന്നുന്നു ഡിമാറ്റ് അക്കൗണ്ട് 25 crore, അതായത് 25 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി
കൺഫേം ചെയ്യാം. ഒറ്റ മിനിറ്റ്. $171 million എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17 കോടി. 2024 കണക്കാണത്. ഏകദേശം 25 കോടി തന്നെ. 2014 ഏകദേശം 17 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് ഏകദേശം 25 കോടിയോളം ഡിമാറ്റ് അക്കൗണ്ടുകൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ അക്കൗണ്ടുകൾ ഇന്ത്യയിലുണ്ട്. ഇനി നമ്മുടെ കമ്പനി നമ്മൾ ലിസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. അതിൽ ഈ 25 കോടിയിൽ 1 കോടി പേർ ഒരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ 1000 രൂപ വെച്ച് നമ്മുടെ ഷെയർ മേടിച്ചാൽ, നമ്മൾ അതിനനുസരിച്ചുള്ള ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ചെയ്ത് നമ്മളെ പ്രൊഡക്റ്റിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ 1 കോടി പേർ, ഈ 25 കോടിയിൽ 1 കോടി പേർ 100 രൂപ വെച്ച് അല്ലെങ്കിൽ 1000 രൂപ വെച്ച് നമ്മുടെ ഒരു ഷെയർ മേടിച്ചാൽ നമ്മൾ പിന്നെ ആരാ? നമ്മുടെ ചിലപ്പം 20% ആയിരിക്കും നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ആ റേസ് ചെയ്യുന്നത് ചിലപ്പം 100 കോടിയായിരിക്കും, ചിലപ്പോൾ 1000 കോടിയായിരിക്കും. ആ 1000 കോടി നമ്മൾ 20% നമ്മൾ വിറ്റിട്ടുണ്ടാവുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ എന്തൊക്കെ ചെയ്യാം, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാം. അപ്പോൾ എപ്പോഴും ഇത് ഒരു സാധാരണക്കാർക്കുള്ള ക്ലാസ്സേ അല്ല. ജീവിതത്തിൽ എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വേണം, ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, അതിനൊരു അസീം പ്രേംജിയെ കൊണ്ട് എൻ്റെ ബ്രാൻഡിനെ വാങ്ങിപ്പിക്കണം, അത് IPOയിൽ ഇടണം, എന്നിട്ട് വലിയ രീതിയിൽ ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കണം, എനിക്ക് നെക്സ്റ്റ് ബിസിനസ്സിലേക്ക് കടക്കണം, എനിക്ക് എൻ്റെ ജീവിതം ആസ്വദിക്കണം, എൻ്റെ ജീവിത സ്വപ്നങ്ങളൊക്കെ എൻജോയ് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യണം. ഈ ബിസിനസ്സിൻ്റെ ഒരു വിളഞ്ഞീനുണ്ട്. 24 മണിക്കൂറും രാവിലെ മുതൽ രാത്രി വരെ അതിൽ നിന്ന് കെട്ടിമറയുന്ന ഒരു വിളഞ്ഞീന്. അതിൽ നിന്ന് ഊരി എനിക്ക് ജീവിക്കാൻ സമയം കണ്ടെത്തണം. എനിക്കൊരു സിസ്റ്റവും പ്രോസസ്സും ബിൽഡ് ചെയ്തിട്ട് എനിക്ക് ജീവിക്കാനും കൂടി, എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും എനിക്കും ജീവിക്കാനും കൂടി സമയം കണ്ടെത്തണമെന്ന് സ്വപ്നം കാണുന്ന, വലിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ ക്ലാസ്. ഞാൻ പറഞ്ഞത് 175 മില്യൺ അല്ല പറഞ്ഞത്, ഇത് നമ്പർ ഓഫ് അക്കൗണ്ട്സാണ് പറഞ്ഞത്. നിയർലി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 25 crores അക്കൗണ്ട് ഉണ്ട് എന്നുള്ളതാണ്. അതൊന്നൊരു ക്രോസ് ചെക്ക് ചെയ്യാൻ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഹൗ മെനി അക്കൗണ്ട്സ് ഇൻ ഇന്ത്യ? ChatGPTയോട് ചോദിച്ചിട്ട് ആരെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. ടോട്ടല് അതെ 171 മില്യൺ അക്കൗണ്ട്സ്, അതായത് 17 കോടി അക്കൗണ്ട്സാണ് 2014 ഉള്ളത്. അക്കൗണ്ട്സ്, മണിയല്ല, അക്കൗണ്ട്സ്, അതായത് പീപ്പിൾ. അത് ഇന്ത്യയുടെ ഒരു അത്രയും ഡെപ്തൊന്നും മറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവില്ല. അതായത് ഇപ്പം അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഷെയറുകൾ വാങ്ങാൻ അത്രയും കോടിക്കണക്കിന് ആൾക്കാരുണ്ടാവില്ല. അവിടെയാണ് ഇന്ത്യ എന്ന എക്കോണമിയുടെ ലോകത്ത്, ഞാൻ പറയുന്നു, ചൈന കഴിഞ്ഞാൽ പിന്നീട് നമ്പർ 1 എക്കോണമിയായിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് കൂറുള്ള അല്ലെങ്കിൽ പൂലുള്ള മണ്ണായിട്ട് നമ്മൾ കാണേണ്ടത് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെയാണ്. കാരണം നമുക്ക് പോപ്പുലേഷൻ ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്. ജിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 40 വർഷത്തെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു റീജിയൻ കൂടിയാണ് ഇന്ത്യ. ഒരു കാലത്തും ഇപ്പോൾ ഉക്രൈനിൽ നടക്കുന്നത് പോലെയോ, റഷ്യയിൽ നടക്കുന്നത് പോലെയോ, അതല്ലെങ്കിൽ GCCയിൽ നടക്കുന്നത് പോലെയോ, ഇറാനിൽ നടക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ കോംബോഡിയയിൽ നടക്കുന്നത് പോലെയോ, വിയറ്റ്നാമിൽ നടക്കുന്നത് പോലെയുള്ള ഒരു യുദ്ധങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിനെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്ത ഒരു രാജ്യമാണ് ഇന്ത്യ. നമ്മൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരോടും പറയാണ്, ഒരു മാർക്കറ്റ് നിങ്ങൾ ഇന്ത്യയായിട്ട് കാണണം. നമ്മൾ എന്തിന് ചൈനയിൽ പോകുന്നു പിന്നെയെന്ന് ചോദിച്ചാൽ, യെസ്, നമ്മളെക്കാൾ ഒരു 50 വർഷം 100 വർഷം മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന. നമ്മൾ ബ്രാൻഡ് എന്ന സ്വപ്നമായിട്ട് നടക്കുകയാണ്. ആ സ്വപ്നവുമായിട്ട് നമ്മൾ ചൈനയിലോട്ട് പോകുന്നു. അവിടെ നല്ല ടെക്നോളജി ഉണ്ടാവും, പീപ്പിൾ ഉണ്ടാവും, ഫാക്ടറി ഉണ്ടാവും, ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ടാവും, പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. എസ്പെഷ്യലി ഇന്നൊവേഷൻ ഉണ്ടാവും. നമ്മളിതുവരെ കാണാത്ത കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളുണ്ടാവും, സാധനങ്ങളുടെ പ്രൊഡക്റ്റുകളുണ്ടാവും. അതെടുത്ത് അല്ലെങ്കിൽ ആ സ്പെസിഫിക്കേഷൻ നമ്മുടേതാക്കി മാറ്റി നമ്മളെ ബ്രാൻഡിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടത് നമ്മുടെ ഹോൾസെയിലിനും റീറ്റെയിലിനും പ്രൊഡക്റ്റിനും സർവീസിനും ഒക്കെ ഒരു പുതിയ മുഖം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സിലേക്ക്, ഒരു IPO ജേണിയിലേക്ക്, ഒരു ബ്രാൻഡ് വാല്യുവേഷനിലേക്ക്, ലൈഫിൻ്റെ ഒരു ജനറേഷണൽ വെൽത്ത് എന്ന സ്വപ്നത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വിഷയത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്ന ഉറപ്പാണ്. തീർച്ചയായിട്ടും ചോദിച്ചോളൂ. ഞാൻ ഉത്തരം പറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇതിൽ ഡെപ്ത് കിട്ടും. കാരണം നമ്മൾ കഴിഞ്ഞ 10-17 വർഷമായിട്ട് കലക്കി കുടിക്കുന്ന ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഏത് ചോദ്യങ്ങൾക്കും ഒതൻറ്റിക്കായിട്ട് നമുക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റും. സോ ഇറ്റ്സ് ഓപ്പൺ ഫോർ ദ ക്വസ്റ്റ്യൻസ്.
ആ കാൻഡൺ ഫെയറിൻ്റെ ഇനി എന്താ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്? ആ ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പം അത്തരം സ്വപ്നങ്ങളുമായിട്ട് നടക്കുന്ന ഒരു 10-200 പേരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. അതിൽ ഓരോ ഫേസിലും ഒരു 60 വെച്ച് പേരെയാണ് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ചൈനയുടെ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആദ്യമായിട്ട് ചൈനയിൽ പോയപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു സാധനം, അവിടെ വാട്സപ്പ് വർക്ക് ചെയ്യില്ല, അവിടെ ഫേസ്ബുക്ക് വർക്ക് ചെയ്യില്ല, അവിടെ ജിമെയിൽ വർക്ക് ചെയ്യില്ല, അവിടെ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യില്ല, അവിടെ GPS വർക്ക് ചെയ്യില്ല, അവിടെ പേയ്മെൻറ്റ് സിസ്റ്റംസ് വർക്ക് ചെയ്യില്ല, ആപ്പിൾ പേ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു രാജ്യമാണ് പോയത്, തീരെ നേരം വെളുത്തിട്ടില്ല. അതായിരുന്നു എൻ്റെ ആദ്യത്തെ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റ് എൻ്റയർലി മാറിയത് ഈ ഇറാൻ വാർ വന്ന സമയത്താണ്. ഇറാൻ വാർ വന്നപ്പോൾ തുടക്കത്തിൽ തന്നെ ഇറാനിൻ്റെ ടോപ്പ് ഒഫീഷ്യൽസ് ഒറ്റയടിക്ക് കൊല്ലപ്പെട്ടു. എങ്ങനെ? അവർ എക്സാക്ട്ലി ഏത് മുറിയിലിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള സോഫ്റ്റ്വെയർ ഓൾറെഡി ഒന്നെങ്കിൽ ശത്രു രാജ്യത്തിൻ്റേതായിരുന്നു. അവരുപയോഗിക്കുന്ന ഫോണും അവരുപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും അവരുപയോഗിക്കുന്ന എല്ലാം ശത്രു രാജ്യത്തിൻ്റെ, അതുകൊണ്ട് തന്നെ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചൈനനെ പറ്റില്ല, കാരണം ചൈന അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നില്ല. ഇറാൻ്റെ ഷിപ്പും ഹെലികോപ്റ്ററുകളൊക്കെ പലപ്പോഴുമായിട്ട് റഡാറിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിപ്പോയി. കാരണം അവരുപയോഗിക്കുന്ന GPS സിസ്റ്റവും അതിൻ്റെ സോഫ്റ്റ്വെയറും ഒക്കെ ശത്രു രാജ്യത്തിൻ്റെ ഓൺഡ് കമ്പനീസാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡിസ്കണക്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും അവർക്ക് പറ്റി. അതുകൊണ്ട് തന്നെ ഒരു വാറൊക്കെ വന്നു കഴിഞ്ഞാൽ ചൈനൻ്റെ ഒരു ജിയോഗ്രാഫിയും ലോകത്ത് ആർക്കും ഇതിൽ ആക്സസ് ഇല്ല. ചൈനയുടെ അതായത് അത്രയും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രാജ്യം, 10, 20, 30, 40 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ച രാജ്യം. എന്ത്? ഗൂഗിൾ മാപ്പിന് ആക്സസ് കൊടുക്കാൻ പാടില്ല, വാട്സപ്പ് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ പാടില്ല, ഫേസ്ബുക്ക് കൊണ്ടുവരാൻ പാടില്ല, നമ്മുടെ ഡാറ്റ അവർ ലീക്കാക്കും, അതല്ലെങ്കിൽ GPS കൊണ്ടുവരാൻ പാടില്ല, നമ്മളവർ ട്രാക്ക് ചെയ്യും. അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം, നമ്മുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ മറ്റൊരാൾ അറിയാൻ പാടില്ല സ്വന്തമായിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്കിതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നിങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സിം കാർഡ് എടുത്ത് തരും. സിം കാർഡ് എടുത്ത് അത് അവിടുന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ അവിടുത്തെ എയർപോർട്ട് വൈഫൈ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് നമ്മൾ നെറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ VPN ഉണ്ടാവും അതിൽ. ആ VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണക്റ്റ് ആവും. പിന്നെ നമുക്ക് അവിടെ അലിപേ ആയാലും അതല്ലെങ്കിൽ WeChat ആയാലും അവിടുത്തെ മാപ്പ് ആയാലും ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിലിട്ട് തരും നമ്മൾ പോകുന്ന സമയത്ത്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യില്ല, മാപ്പേ വർക്ക് ചെയ്യുള്ളൂ. വാട്സപ്പ് വർക്ക് ചെയ്യില്ല, WeChat വർക്ക് ചെയ്യുള്ളൂ. പേയ്മെൻറ്റിന് അലിപേ വർക്ക് ചെയ്യും, WeChat വർക്ക് ചെയ്യും. അങ്ങനെ അവിടെ എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ ഫോണിലാക്കി നമ്മളൊരു ചൈന മാൻ ആവുക. നമ്മൾ നിങ്ങളെ പിന്നെ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ എപ്പോഴും ചൈനയിൽ പോകാൻ നിങ്ങൾക്ക് നമ്മുടെ ആവശ്യമില്ല. നിങ്ങൾ അവിടെ പോയി എങ്ങനെയൊക്കെ ചൈന എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ, അതൊരു ലോക്കൽ ട്രാൻസ്പോർട്ട് എങ്ങനെ ഉപയോഗിക്കാം, മെട്രോ എങ്ങനെ ഉപയോഗിക്കാം, ബസ്സുകൾ എങ്ങനെ ഉപയോഗിക്കാം, ഒരുപാട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം പോകുമ്പോൾ സ്വന്തമായിട്ട് ട്രാവൽ ചെയ്യാം. യു ആർ എ ഫ്രീ ബേർഡ്. എഡ്യൂക്കേഷനാണ് നമ്മൾ തരുന്നത്. നിങ്ങൾക്ക് ഫാക്ടറിയിൽ പോകാനും വിസിറ്റ് ചെയ്യാനും നെഗോഷിയേറ്റ് ചെയ്യാനും ഉള്ള കണക്ഷൻസൊക്കെ നമ്മൾ ഉണ്ടാക്കി തരും. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നിങ്ങൾ അവരെ വിളിച്ച് പോയാൽ മതി. നമ്മുടെ ആവശ്യം നിങ്ങൾക്കില്ല. യു ആർ സെൽഫ് ഡിപ്പെൻഡൻറ്റ് ബിസിനസ്മാൻ, ഒരു വിഷനുള്ള ബിസിനസ്മാനാണ്. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഹിൽട്ടണിലാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഫർണിച്ചർ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ഫർണിച്ചർ മാർക്കറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ താമസം, ഫോഷനിൽ. എന്നും രാവിലെ നമ്മുടെ പ്രൈവറ്റ് ബസ്സിലാണ് നമ്മൾ കാൻഡൺ ഫെയറിലേക്ക് പോവുക. ഹോട്ടൽ തരുന്ന പബ്ലിക് ബസ്സിലല്ല. പബ്ലിക് ബസ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായിട്ട് ഡിസ്കഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല, കാരണം കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ നമ്മുടേതായിട്ട് പ്രൈവറ്റ് ബസ്സിലാണ് പോവുക. അപ്പോൾ നമുക്ക് ആ ഒരു 40 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ടാവും. ആ ഡ്രൈവ് നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ കുറേ ചർച്ചകളും പ്ലാനുകളും ആശയങ്ങളും ചോദ്യങ്ങളൊക്കെ ചോദിച്ച് വളരെ പ്രൊഡക്റ്റീവായിട്ടൊരു ബിസിനസ് ഡിസ്കഷനാക്കി മാറ്റാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. പിന്നെ അടുത്ത ചോദ്യം, ചൈനയിൽ ഫുഡ് കിട്ടുമോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ പാമ്പും തേളും പൂച്ചയും പട്ടിയൊക്കെ തിന്നേണ്ടി വരുമോ എന്നുള്ളതാണ്. അല്ല, നമ്മൾ അറേഞ്ച് ചെയ്യപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കുക്കിനെ കൊണ്ടുപോയിട്ട് പരിപ്പ് ഉണ്ടാക്കിയിട്ട് ആ പരിപ്പും ചോറും ചപ്പാത്തിയും തരിക എന്നുള്ള കൺസെപ്റ്റല്ല ട്രാവൽ ആൻഡ് ഗൈഡ്. ട്രാവൽ ആൻഡ് ഗൈഡ് ഒരു പ്രീമിയം കൺസെപ്റ്റാണ്. അവിടെ അവൈലബിൾ ഉള്ളത് വെച്ച് ഏറ്റവും നല്ല അറബിക് അല്ലെങ്കിൽ തുർക്കിഷ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താണ് പറയുക ലെബനീസ് അങ്ങനെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്നും നമുക്ക് ബിസിനസ് ഡിന്നറാണ് ഉണ്ടാവുക. അപ്പോൾ കൂടിയിരിക്കാനും സംസാരിക്കാനും നെറ്റ്വർക്ക് ചെയ്യാനും പരസ്പരം പരിചയപ്പെടാനും ചോദ്യങ്ങൾ ചോദിക്കാനും നമ്മുടെ മൈൻഡ് എപ്പോഴും റിച്ചായിട്ട് നിലനിർത്തണം. അതുകൊണ്ട് തന്നെ നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ, കഴിക്കുന്ന ഭക്ഷണം, ഇടപഴകുന്ന ആളുകൾ, ഒപ്പം യാത്ര ചെയ്യുന്ന ആളുകൾ, എല്ലാത്തിനും കുറ്റം പറയുന്ന, എല്ലാത്തിനും പേടിക്കുന്ന, നടക്കൂല ഭായി, നടക്കൂല പഠിച്ചോനെ, നടക്കൂല ഇതൊക്കെ പൊടുട്ടോ വാണ്ടട്ടോ, നടക്കൂല പൊടുട്ടോ വാണ്ടട്ടോ എന്ന് എപ്പോഴും നമ്മളെ ചുറ്റും ഇരുന്ന് പറയുന്ന ആളുകളുടെ കൂടെ നമ്മൾ നടന്നാൽ എന്നാൽ പിന്നെ നടക്കൂലാന്ന് നമ്മളും പോരും. നടക്കും ഇങ്ങനെ ആയാൽ പോരാ, ഉഷാറാവണം, നടക്കും എന്ന് പറയുന്ന ഉയർന്ന് ചിന്തിക്കുന്ന ആളുകളുടെ കൂടെ നല്ല ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിച്ച് നല്ല ചർച്ചകൾ നടത്തി. ഇപ്പം എനിക്കൊക്കെ ഉണ്ടായ ഒരു എക്സാമ്പിൾ, നമ്മൾ
ജോലിയൊക്കെ ചെയ്ത് റിട്ടയർ ചെയ്ത് ബിസിനസ്സിലേക്ക് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളൊരു വലിയ സംഭവമാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനൊരു ബിസിനസ് നെറ്റ്വർക്കിംഗ് ട്രിപ്പിന് പോയത്. അന്ന് ശ്രീലങ്കയിലേക്കാണ് പോരുന്നത്. വന്ന ഉടനെ എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ശ്രീലങ്കയിലേക്കായിരുന്നു. ഞങ്ങളൊരു 10-25 ബിസിനസ്മാൻമാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ ഓരോരുത്തരുടെയും ചർച്ചകൾ നടന്നപ്പോൾ ഓരോരുത്തർ ചെയ്യുന്ന കച്ചവട മോഡലും അവരുടെ വോളിയും ഒക്കെ ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. സംഭവം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ബസ്സിൽ ഏറ്റവും ദരിദ്രൻ ഞാനാണ്. അതായത് ഞാൻ ഇത്രയും കഴിഞ്ഞ 42 വർഷം ജീവിച്ചത് എൻ്റെ സർക്കിളിലെ ടോപ്പ് റിച്ച് മാനായിട്ടാണ്. ഞാൻ ജീവിക്കുന്ന സർക്കിളിലെ ടോപ്പ് റിച്ച് മാനാണ് ഞാൻ. പക്ഷേ ശ്രീലങ്കയിലെത്തിയപ്പോൾ ആ ബസ്സിൽ ഏറ്റവും പൂറസ്റ്റ് മാൻ ഞാനായി മാറി. അവിടെ നിന്നാണ് ഇനിയും വളരണമെന്നുള്ള വലിയൊരു ചിന്ത എന്നെ പിടികൂടുന്നത്. കാരണം നമ്മൾ എന്തിനു പറയുക, നമ്മളെക്കാൾ വലിയ ആളുകളുടെ കൂടെ യാത്ര ചെയ്തിട്ടില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ നമ്മളെപ്പോഴും എക്സ്പ്ലോർ ചെയ്യേണ്ടത് ഈ കിണറ്റിലെ തവളകളായി ഇങ്ങനെ യാത്ര ഇരിക്കാതെ നമ്മളെക്കാൾ, ഇപ്പം നാളെ ഒരാൾ വന്നപ്പം അയാളുടെ ചുറ്റും കൂടിയിരിക്കുന്ന 100ഓളം പേര് അയാളെക്കാൾ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഉയർന്ന ചിന്തകളില്ല. അപ്പം ഞാൻ അയാളോട് ആദ്യം പറഞ്ഞ കാര്യം, നിങ്ങളാദ്യം ചെയ്യേണ്ട കാര്യം ജീവിതത്തിൽ നിങ്ങളെക്കാൾ അച്ചീവ് ചെയ്ത ആളുകളുടെ കൂടെ കമ്പനി കൂടണം. സർക്കിൾ ഓഫ് ഹൈ എക്സലൻസ് ഉണ്ടാക്കണം. അപ്പോഴേ നമ്മളെ ചിന്തകൾ മാറില്ല. അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മൾ ടോപ്പാണെന്ന്. നമ്മളിപ്പോൾ പലരും എന്നെ കേൾക്കുന്ന മിക്കവാറും ആളുകൾക്ക് എനിക്ക് പോലും ഉണ്ടായിരുന്ന ഒരു ചിന്തയാണ് നമ്മൾ ടോപ്പാണെന്നുള്ളത്. നമ്മൾ ടോപ്പല്ല, നമ്മൾ എവിടെ എത്തിയിട്ടില്ല, ഇനി ഒരുപാട് വളരാനുണ്ട്. നമ്മളെ കുടുംബത്തിലെ ടോപ്പ് നമ്മളായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ 5% പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കാൻഡൻ ഫെയർ 3 ദിവസം, അത് കഴിഞ്ഞ് മാർക്കറ്റ് വിസിറ്റ്, എല്ലാ മാർക്കറ്റിലും കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ ആക്ച്വൽ സപ്പോർട്ട് തുടങ്ങുന്നത്. നിങ്ങൾ അന്ന് ചർച്ച ചെയ്ത, അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ ചർച്ച ചെയ്ത ബ്രാൻഡ് സ്വപ്നം നിങ്ങൾ വീണ്ടും അതെടുത്തിട്ട് അതിൻ്റെ ഒരു വിഷൻ പ്ലാനിങ്ങിനുള്ള വർക്ക്ഷോപ്പ് ഉണ്ടാവും, അത് നമുക്ക് ചെയ്യാം. അതിൻ്റെ ബ്രാൻഡിങ് സ്ട്രക്ചറിങ് ഉണ്ടാവും, ലീഗൽ സ്ട്രക്ചറിങ് ഉണ്ടാവും. അങ്ങനെ തുടങ്ങി എന്തൊക്കെയാണോ അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഉണ്ടാവും. അതിൻ്റെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പം വെൽക്കം ടു ട്രാവൽ ആൻഡ് ഗ്രോ, വെൽക്കം ടു ദ ഡ്രീം ഓഫ് ഓണിങ് യുവർ ഓൺ ബ്രാൻഡ്. ലെറ്റ്സ് ക്രിയേറ്റ് ഹിസ്റ്ററി. നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് നമുക്ക് പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ കുടുംബത്തിൻ്റെ തലവര മാറ്റുന്ന ആൾ നമ്മളായിരിക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റും തലവര. അതായത് ജനറേഷണൽ വെൽത്ത് ഉണ്ടാക്കിയിട്ട് വേണം ഇവിടുന്ന് പോകാൻ. നമ്മൾ ജീവിച്ച് മരിച്ചാൽ പോരാ. നിങ്ങളുടെ തറവാട് ഏതാണെന്ന് ചോദിച്ചാൽ ആ തറവാടിൻ്റെ പേര് ഇന്ന ആളുടെ തറവാട്, അല്ലെങ്കിൽ മലബാർ ഗോൾഡ്. അപ്പോൾ അഹമ്മദ് ഖാൻ്റെ മകനാണ് ഞാൻ, അഹമ്മദ് ഖാൻ്റെ പേരക്കുട്ടിയാണ് ഞാൻ, ആ തറവാട്ടുകാരനാണ് ഞാനെന്ന് അത് അഹമ്മദ് ഖാൻ മാറ്റി എഴുതിയ തലവരയാണ് മലബാർ ഗോൾഡ് എന്ന തലവര. അതുപോലെ നമ്മുടെ തറവാടിൻ്റെ തലവര നമ്മൾ മാറ്റി എഴുതണം. ആ ഒരു പ്രോസസ്സിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോളൂ കേട്ടോ, അതിനനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. പറയൂ. സർവീസ്, യെസ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയാണ് ബേസ്ഡ് ഇൻ അബുദാബി. ഓക്കെ. ഈ സർവീസ് റിലേറ്റഡ് കമ്പനിക്ക് എന്ത് പ്രസക്തിയാണ്, നമ്മുടെ ഇൻടേക്ക് എന്തായിരിക്കും? വെരി ഗുഡ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാനുണ്ട്. ഇവിടെ ഒബ്സർവേഷനാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനം. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് അവർ ഉപയോഗിക്കുന്ന ടെക്നോളജി ആൻഡ് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്നിരുന്നത്, അയാൾക്ക് ബേസിക്കലി ബിൽഡിങ്ങിൻ്റെ ക്ലീനിങ് ആണ്. അപ്പോൾ അയാൾ കാര്യമായിട്ടും ക്ലീനിങ് ചെയ്യുന്നത് ബംഗാളികളെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം അഡോപ്റ്റ് ചെയ്ത ഒരു പ്രധാന ടെക്നോളജി എന്ന് പറയുന്നത് റോബോട്ടിക് ക്ലീനിങ് ആണ്. ഫ്ലോറും വാളും, അതായത് 100 നിലകൾ വരെയുള്ള ബിൽഡിങ്ങുകളുടെ വാള് ക്ലീൻ ചെയ്യുന്ന ഇഷ്ടംപോലെ റോബോട്ടിക്സ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ അഡോപ്റ്റ് ചെയ്ത ഒരു ടെക്നോളജി റോബോട്ടിക് ക്ലീനിങ് ആണ്. അതായത് മനുഷ്യനേക്കാൾ 10-20 ഇരട്ടി പണിയെടുക്കും അതിനേക്കാൾ ചെറിയ കോസ്റ്റിന്. ഒന്ന്, അതുപോലെ എന്തൊക്കെയാണ് ഈ ചൈനക്കാർ ചെയ്യുന്നത് എന്നുള്ളൊരു ഒബ്സർവേഷൻ ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റിൽ, അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ, അതിൻ്റെ എക്സിക്യൂഷനിൽ, അതിൻ്റെ ടെക്നോളജിയിൽ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സിൽ, അതൊക്കെ ഒബ്സർവ് ചെയ്യുക. അതിൽ പറ്റിയ സാധനം നിങ്ങളുടെ ഇൻഡസ്ട്രിയിലേക്ക് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്പർ 1. പിന്നെ ഞാൻ പറയുന്നു, നിങ്ങളാരും ചൈനയിൽ പോകുമ്പോൾ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റുമായിട്ട് പോകരുത്. അതൊരു ബഹറാണ്, ഒരു കടലാണ്. അവിടെ ഒരു ഓപ്പൺ മൈൻഡ് സെറ്റുമായിട്ട് പോവുക. നമ്മൾ വേറെ ഒരാളായിട്ട് തിരിച്ചു വരും. കാരണം നമ്മുടെ ചിന്തയെ ഒരുപാട് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ചൈനയ്ക്കുണ്ട്. നമ്മൾ പണ്ടേ ചെറുപ്പത്തിൽ പഠിക്കാറില്ല, നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടണം, നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കാറുണ്ട്. അത് അന്വർത്ഥമാണ്. പടച്ചവനെ, ലോകത്ത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രി ചൈനയാണ്. അവരെ കണ്ട് അവരുടെ ഡിസിപ്ലിനും അവരുടെ ഹ്യൂമൻ റിസോഴ്സും അവരുടെ ടെക്നോളജിയും അവരുടെ ജുഗാഡ് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജികളും ഇന്നൊവേഷനും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറുകളും റോഡുകളും എന്ത് കണ്ടാലും നമുക്ക് അത്ഭുതം തോന്നും. നമ്മൾ വിചാരിച്ച ആ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്ന ചൈന അല്ല ചൈന. നമ്മുടെ രാജ്യം ഒരു പരിധി വരെ അവിടെ എത്തൂല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ
ഒന്ന് അവർ നമ്മളെക്കാൾ 50 വർഷം മുന്നിലാണ്. ഇനി നമ്മൾ ഓടിയാൽ നമ്മൾ അടുത്ത 50 വർഷം കൊണ്ട് അവരിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു അവിടെ എത്തുമ്പോഴത്തേന് അവരെവിടെ എത്തിയിട്ടുണ്ടാകും. അവർ ഭയങ്കര റിസർച്ച് ആൻഡ് ഇന്നോവേഷനിൽ ഭയങ്കര അഡ്വാൻസ്ഡ് ആണ്. അവരുടെ ഗവൺമെൻറ്റുകൾ ഭയങ്കര സ്റ്റേബിളാണ്. ജിയോ പൊളിറ്റിക്കലി അവർ ഭയങ്കര സ്റ്റേബിളാണ്. അവരുടെ വിഷൻ യൂഷ്വലി അവർ 30-50 ഇയേഴ്സിന് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് സ്പെസിഫിക് മൈൻഡ് സെറ്റ് വെച്ച്, ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് വെച്ച് നിങ്ങൾ പോകല്ലേ. യു എക്സ്പ്ലോർ ചൈന. യു വിൽ കം അപ്പ് വിത്ത് സം ബ്രില്യൻറ്റ് ഐഡിയാസ്, ഐ ആം ഷുവർ. അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചോളൂ. നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ശരിക്കും പണ്ടാര പറഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ പിഴിഞ്ഞെടുത്തോളി എന്ന് പറഞ്ഞില്ലേ, ഇൻട്രാക്ഷനിലാണ് ആക്ച്വലി കൂടുതൽ ഇൻപുട്ടുകൾ നിങ്ങൾ കിട്ടുക. ഞാൻ ഇപ്പോൾ ജനറലൈസ്ഡ് ഒരു സാധനം പറഞ്ഞതാണ്. ഹോൾസെയിലുള്ളത് നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ? നിങ്ങൾക്കിതിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്ന്, നിങ്ങൾ ലോക്കലി എടുക്കുന്ന ആ ബൾക്ക് തരുന്ന ഏജൻസി ഇല്ലേ, അതുപോലത്തെ ഒരു ഏജൻസി നിങ്ങളായി മാറുക എന്നുള്ള, ബൾക്ക് സപ്ലയറായി മാറുക. ചൈനയിൽ നിന്നും നല്ല സോഴ്സിങ് കണ്ടെത്തിയിട്ട് അവൻ മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ല പ്രൈസിന് നല്ല സാധനം, മോഡേൺ സാധനം കൊടുക്കാനുള്ള സോഴ്സിങ് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ള ഒന്നാമത്തത്. രണ്ടാമത്തത്, നിങ്ങളുടെ ഒരു ബ്രാൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആളുകൾ ചോദിച്ചു വരുന്ന ഒരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ്, അത് നിങ്ങളുടെ ഹോൾസെയിലിൻ്റെ കൂടെ ഇങ്ങനെ ആ ബ്രാൻഡും കൂടി വിറ്റ് പോയിക്കോളും. മൂന്നാമത്തത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റീറ്റെയിൽ ചെയിന് നിങ്ങൾ ടീമിനെ വെച്ച് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഹോൾസെയിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ സാധനം വിറ്റഴിക്കാനുള്ള വലിയൊരു മാർക്കറ്റ് നിങ്ങളുടെ റീറ്റെയിൽ ചെയിൻ തന്നെ ഉണ്ടാവും. ഈ 3 ബിസിനസ് മോഡലുകളാണ് നിങ്ങൾക്കുള്ളത്. യു ബിക്കം ദ ബൾക്ക് സെല്ലർ, യു ബിക്കം ദ പ്രൊഡക്റ്റ് ഓണർ, യു ബിക്കം ദ റീറ്റെയിൽ ഓണർ. ഈ 3 മോഡലും അതിലുണ്ട്. അതിന് നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. യു നീഡ് ടു ഒരു വിഷനാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ബാക്കിയുള്ള സപ്പോർട്ടുകൾ ടീമിനെ ബിൽഡ് ചെയ്യാലോ, ടീം ബിൽഡ് ചെയ്യാം. അതെ, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വിഷൻ ഉണ്ടാവാലോ. ചില അങ്ങനത്തെ സമയത്ത് ഇപ്പോൾ ബിസിനസ് ഇമർഷനിലൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന പാർട്ട്ണർമാരുടെ ആ ഒരു വളഞ്ഞീനിൽ നമുക്ക് നമ്മുടെ വിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഉണ്ടാവും. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഒരു ബ്രാൻഡാണ് റുമാൻ ഫാർമസി എന്ന് പറയുന്നത്. 16 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു കമ്പനിയാണ്. 3 പാർട്ട്നേഴ്സ് തുടങ്ങിയതായിരുന്നു. അന്ന് അൽസലാമ, അന്ന് പല പേരിലാണ് കമ്പനി. അപ്പം അതിൽ ഒരു പാർട്ട്ണർക്ക് വിഷനുണ്ട്, ബാക്കി 2 പാർട്ട്ണർമാർക്ക് വിഷനില്ല. ഇദ്ദേഹം 25 ബ്രാഞ്ചിനെക്കുറിച്ചും 100 ബ്രാഞ്ചിനെക്കുറിച്ചും അന്നേ സംസാരിക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ മറ്റൊരു അടിച്ചു തള്ളിയിട്ട് എനിക്ക് പിരാന്തയങ്ങായി, ഇപ്പോൾ അത്യാവശ്യം പൈസ കിട്ടണില്ലേ, മാസം 10,000-20,000 കിട്ടില്ല, എന്തിനാ എനിക്ക് അഹങ്കാരം, എന്തിനാ ആർത്തി വേണ്ട, അവിടെ അടങ്ങിയിരിക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് പഠിച്ചോ, ആർത്തി ഉണ്ടായ പഠിച്ചോ ഉള്ളതും കളയെന്ന് പറഞ്ഞിട്ട് അവനിട്ടിട്ട് ഇങ്ങനെ അടിച്ച് ശരിയാക്കും. അങ്ങനെ കുറേ കാലങ്ങൾ അങ്ങനെ പോയി. എന്ത് വിഷനുണ്ട്, പക്ഷെ മറ്റ് പാർട്ട്നേഴ്സ് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ഘട്ടം വന്നപ്പം അദ്ദേഹം പറഞ്ഞു, ഓക്കെ നമുക്കിപ്പോൾ 9 ഫാർമസി ഉണ്ട്, നമ്മൾ 3 ആളുണ്ട്, 3 എനിക്കും 3 നിങ്ങൾക്കും 3 നമുക്ക് 3 ആക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വീതിച്ചെടുക്കുക, അത് ഓക്കെ ആണല്ലോ. അങ്ങനെ അവർ വീതിച്ച് ഇദ്ദേഹം 3 ഫാർമസി എടുത്ത് ബാക്കി 6 ഫാർമസി അവർക്ക് വിട്ടുകൊടുത്ത് അദ്ദേഹം ഇറങ്ങിപ്പോന്നു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2022 അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ 3 ഫാർമസി 7 ഫാർമസി ആയിട്ടുണ്ടായിരുന്നു 2022. ഇന്ന് നമ്മളിരിക്കുന്നത് 2025 ഓഗസ്റ്റ് മാസത്തിലാണ്. ഇന്ന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ പാർട്ട്ണർഷിപ്പ് കൂടി, അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ കോച്ചിങ്ങിനും മെൻറ്ററിങ്ങിനും കൂടി അദ്ദേഹത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ 2022 മുതൽ 2025 വരെയുള്ള യാത്രയിൽ ഞങ്ങൾക്കിപ്പോൾ 27 ഫാർമസി ഔട്ട്ലെറ്റുകളുണ്ട് ആസ് ഓഫ് ടുഡേ. ആൻഡ് വി ആർ ഹെഡിങ് ടുവാർഡ്സ് 100 സൂൺ. പക്ക വിഷനുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളുടേതായിട്ടുള്ള 2 സാധനങ്ങളാണ് ബ്രാൻഡ് ഉള്ളത്. ഒന്ന് ഫാർമസി റീറ്റെയിൽ ചെയിൻ ബ്രാൻഡ് ഉണ്ട്, റുമാൻ ഫാർമസി എന്ന് പറഞ്ഞിട്ട് UAE-യിലുടനീളം 27 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. 2 നമുക്ക് ഞങ്ങളുടേതായിട്ടുള്ള മെഡിക്കൽ ഇക്വിപ്മെൻസിൻ്റെ പ്രൊഡക്റ്റ് ബ്രാൻഡ് ഉണ്ട്. നമ്മൾ ചൈനയിൽ നിന്ന് ഇതേപോലെ ജിപ്പാസോ കൊണ്ടുവരുന്ന പോലെ ഞങ്ങളെ മെഡിക്കൽ നെബുലൈസർ മറിച്ചത് അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ചില സമയത്ത് 2 വിഷനില്ലാത്ത പാർട്ട്ണറും
ഒരു വിഷനുള്ള പാർട്ട്ണറാകുമ്പം നമ്മൾ ചിലപ്പോൾ പൂജ്യത്തുമ്പം തുടങ്ങേണ്ടി വരും. വിഷനെ വിട്ടു കൊടുക്കരുത്. വിഷൻ്റെ പിന്നാലെ പോകണം. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, പക്ഷെ നമ്മൾ തിരിച്ച് കയറും. അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ മറ്റേ 6 അതിലൊന്ന് പൂട്ടി ഇപ്പോഴും 5 ഉള്ളൂ, എവിടെ എത്തിയിട്ടില്ല. അതിപ്പോഴും 5 ഉള്ളൂ, എവിടെ എത്തിയിട്ടില്ല. പക്ഷേ ഇതൊരു 27 100 അപ്പോൾ വിഷനുള്ളവൻ വളരും. അവൻ ആരാണോ നമ്മളെ കയറുകൊണ്ട് കെട്ടിയിട്ടുള്ളത് ആ കയറുകൾ ചെങ്ങലകൾ അയച്ചോടേണ്ടി വരും ചിലപ്പോൾ. തിങ്ക് സംതിങ് ന്യൂ, തിങ്ക് സംതിങ് ബിഗ്, തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ്. ഇസ്ലാം പറയും. ആരാ? പറയൂ അഫീഫ് പറയൂ. ഡോക്ടർ, എനിക്കിപ്പോ ഞാൻ ഓൾറെഡി ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു സ്പെയർ പാർട്സിന്റെ. യെസ്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെറിയ രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഈ ടീം ബിൽഡിംഗ് ഞാൻ ഭയങ്കര സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഇനീഷ്യലി ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പൊ എത്ര പേരുണ്ട്? ഇപ്പൊ ഞാൻ വേറെ വിറ്റ് പോകുന്നത്. അല്ല, ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ടോട്ടൽ അറൗണ്ട് 4 to 5. എന്താ ടീം ബിൽഡ് ചെയ്യാത്ത നിങ്ങള്? അല്ല, എനിക്ക് ആ പ്രോപ്പർ നോളജ്. അത് ഒരാളെ കറക്റ്റ് ഹയർ ചെയ്താൽ മതി. അത് നമുക്ക് വർക്ക് ചെയ്യാം. അത് ഈസി പ്രോസസ്സാണ്. നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്, അതൊരു വലിയ സംഭവമല്ല. അത് നമുക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾ കീപ്പ് ഇൻ ടച്ച്. അതെ. സമീർ സാഹിബേ, ഇപ്പം കഴിഞ്ഞ വർഷം 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 40 പേരും നിങ്ങളുടെ ടൈപ്പായിരുന്നു. എന്ത് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഒന്നുമില്ല. വെറുതെ തുണിപ്പായം മാറ്റി ചൈനയിലൊന്ന് പോയി നോക്കട്ടെ, എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് വന്ന കുറേ ആൾക്കാരുണ്ട്. കറക്റ്റാണ്, കിട്ടും. കാരണം അത്രയും ഇൻസൈറ്റ് നമ്മുടെ ബ്രെയിനിന് തരാനുള്ള ഒന്ന് ചൈനക്കുണ്ട്. ചൈന അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ക്യാൻഡൻ ഫെയർ കാണുമ്പോൾ നമ്മുടെ തല എക്സ്പാൻഡ് ആവും. അതിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ ബിസിനസ്സിൽ അച്ചീവ് ചെയ്തിരിക്കുന്ന 50-60 ആളുകളുടെ കൂടെ നമ്മൾ റെഗുലറായിട്ട് യാത്ര ചെയ്ത് 7 ദിവസവും അവരെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ തലച്ചോറിനുണ്ടാകുന്ന ഒരു യുറേക്ക മൊമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കണക്ഷൻസ് കിട്ടും. ഓക്കെ, ഫണ്ട് ഇടാൻ ആളെ കിട്ടും, സപ്പോർട്ട് കിട്ടും, സൗദിയിൽ തുടങ്ങാൻ ആളെ കിട്ടും, കുവൈത്തിൽ തുടങ്ങാൻ ആളെ കിട്ടും, ഖത്തറിൽ തുടങ്ങാൻ ആളെ കിട്ടും. അങ്ങനെ നമുക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് നമ്മളിലേക്ക് നടന്നു വരുന്ന ഒരു പ്രോസസ്സാണ് ചൈന ട്രിപ്പ്. കാരണം ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഈ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഒരു ഡെപ്തും നോളജും എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഫണ്ടും കണക്ഷനും ഒക്കെ നമ്മളതാണല്ലോ. തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഒരു 40% പേര് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനത്തെവരായിരുന്നു. അതായത് തുണിപ്പാൻ മാറ്റി പോരാ, ഞാൻ പോയി നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞ് പോകുന്നവരുണ്ടായിരുന്നു. എക്സ്പ്ലോറേഷൻ ട്രിപ്പ്. മോസ്റ്റ് വെൽക്കം. അസ്സലാം. പറയൂ, ആരാണ്? ഞാൻ റിഷാഫ്, ഖത്തർ. പറയും, എന്താ പരിപാടി? ഞാൻ ഇവിടെ ഒരു 12 വർഷമായി ഖത്തറിൽ. ഇപ്പോൾ 1 year ആയിട്ട് ബിസിനസ്സിലാണ്. ഏകദേശം 10 വർഷത്തോളം ജോലിയൊക്കെയായിരുന്നു. നമ്മളൊരു FMCG സെക്ടറിലാണ് ഉള്ളത്. ഞാനും കൂട്ടുകാരനും കൂടിയിട്ട് ബിസിനസ് ചെയ്യുന്നത് ഇവിടെ. നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നത്. FMCG എന്താ, ട്രേഡിംഗ്? അതെ. ബ്രാൻഡ് ഇല്ല? ബ്രാൻഡ് കമ്പനി നെയിം ഉണ്ട്, ബ്രാൻഡ് ആയിട്ടില്ല. റീറ്റെയിലും ഇല്ല? ഇല്ല. പ്രൊഡക്റ്റും ഇല്ല, റീറ്റെയിലില്ല, ട്രേഡിങ് മാത്രമാണ്. അതെ. അപ്പൊ ജീവിതത്തിൽ അധ്വാനിച്ചാണ് കുഴങ്ങും, അവസാനം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഫുഡ് സെക്ഷൻ 3rd ഫേസിലാണല്ലോ. യെസ്. പ്ലസ് അതിന്റെ കൂടെ നോൺ ഫുഡ് ആയിട്ടുള്ള ടിഷ്യൂ അതിന്റെ കൂടെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഒരു 2 ഫേസ് ഒന്ന് വിസിറ്റ് ചെയ്യാം അല്ലേ, ഒരു 10 ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഈവൻ 3rd ഫേസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ കൺസെപ്റ്റ്. അപ്പോ ഈ നമുക്ക് ആ ഒരു ടിഷ്യൂന്റെ ഒരു സപ്ലൈസ്, അതുപോലത്തെ സപ്ലൈസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചെന്നാൽ മതി. ഞാൻ കുറച്ച് സപ്ലൈസിനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അഡ്രസ്സ് തെരഞ്ഞു വെക്കാം. എന്നിട്ട് ക്യാൻഡൻ ഫെയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവരുടെ ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഷോപ്പിലോ ഒക്കെ പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പോന്നാൽ മതി. ടിക്കറ്റ് ഒരു 2-3 ദിവസം അവിടെ ഫ്രീ ഡേട്ടോ. ഇനി പുറത്താണെങ്കിൽ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാം. നിങ്ങൾ 2 ദിവസം വെറുതെ ഫ്രീ ഡേട്ടോ ടിക്കറ്റ് എടുക്കുമ്പോൾ, എല്ലാ ഡേറ്റും കഴിഞ്ഞിട്ട്. യെസ്, എല്ലാവരും. ഇപ്പം നമ്മുടെ ഒരു പ്രത്യേകത, നമ്മൾ ഒരിക്കലും ടിക്കറ്റ് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കാത്തത്, പല ആളുകളും പല GCC കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണല്ലോ വരിക. അപ്പം എല്ലാവരും അവിടെ അറൈവ് ചെയ്യുക ഒരു ദിവസമായിരിക്കും. അതായത് ഓരോ ഫേസിൻ്റെതും അതാത് ദിവസങ്ങളിലായിരിക്കും.
അപ്പോൾ എല്ലാവരെയും ഡിഫറെൻറ്റ് ഫ്ലൈറ്റിൽ പിക്കപ്പ് ചെയ്ത് നമ്മൾ ഹോട്ടലിൽ എത്തിക്കുന്നു. അപ്പോൾ ഹോട്ടലിൽ എത്തിയത് മുതലാണ് നമ്മൾ യുണൈറ്റ് ആവുന്നത്. ഹോട്ടലിൽ ചെക്കിനാണ് നമ്മുടെ ആക്ച്വലി യൂണിയൻ പോയിന്റ്. ഡിഫറെൻ്റ് അറൈവൽസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഈ പോകുന്ന ആളുകൾ, ഏതായാലും നമ്മളൊരു വിഷയത്തിന് പോവാണ്. പലപ്പോഴും എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ജീവിതത്തിലൊരു ഫെയിലിയർ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ടൈമിൽ കറക്റ്റ് തീരുമാനം എടുത്ത് അങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങാനുള്ളൊരു കഴിവില്ലായ്മയാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരാൾ മീറ്റിങ്ങിന് വിളിച്ചാൽ പോലും നമ്മൾ പോയി നോക്കല്ലേ, പോയിട്ട് ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഒന്നും സംഭവിക്കാനില്ല, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയാലോ. എവിടെയും ഐ ഷോ അപ്പ് എവരിവർ. ഷോ അപ്പ് എന്നുള്ളൊരു സ്കില്ല് ജീവിതത്തിൽ ഞാൻ എന്നും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഒന്നും കിട്ടില്ല, വെറുതെ തുണിപ്പാൻ മാറ്റി പോയിട്ടുണ്ടല്ലോ, പക്ഷെ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. പക്ഷേ അഥവാ നമ്മൾ പോയില്ലെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെയോ നഷ്ടപ്പെടാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐ ഓൾവേസ് ഷോ അപ്പ്. അപ്പോൾ ആ ഒരു റിസ്ക് നമ്മൾ എപ്പോഴും എടുക്കണം. ടേക്ക് ദാറ്റ് റിസ്ക് ഓഫ് ഷോയിങ് അപ്പ്. ചൈനയിൽ പോയി വന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്ന് അങ്ങനെ ഒരു സംഭവം ലോകത്ത് സംഭവിക്കില്ല. സോ ടേക്ക് ദാറ്റ് റിസ്ക് ഓഫ് ഷോയിങ് അപ്പ്. സ്കെപ്റ്റിക്കൽ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ മൈൻഡ് സെറ്റിലേക്ക് പോകരുത്. പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് വെക്കണം. കാൻഡൻ ഫെയർ എടുക്കുന്നതിനനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചത് നിയർലി 1400 1500 ദിർഹംസിനാണ്. പക്ഷെ അതേ ടിക്കറ്റ് നമ്മളൊരു ഷഹീർ ഉണ്ടായിരുന്നു, മറ്റേ നിലമ്പൂരുകാരൻ. അദ്ദേഹത്തിനോട് ഞാൻ എപ്പോഴും പറയാം, ടിക്കറ്റ് എടുത്ത ഷെയർ അല്ല എടുക്കാൻ സമയമുണ്ടല്ലോ അയാൾ 3800 ദിർഹംസിനായിട്ട് എടുത്തത്. അതായത് 2000 ദിർഹംസ് അധികമാണ് എന്നേക്കാൾ കൂടുതൽ. അതെന്താ, ഒന്നുമില്ല, വെറുതെ ഡിലേ ആക്കി. അപ്പോൾ ഇപ്പോൾ നല്ല ടൈമുള്ളൊരു സമയമാണ്, ഒരു 2 മാസത്തെ ഗ്യാപ്പുള്ള സമയമാണ്. ടിക്കറ്റ് റേറ്റ്സ് ആർ ചീപ്പർ, 38,000-40,000 ടിക്കറ്റ് കിട്ടാണ്ട്. അപ്പോൾ ടേക്ക് യുവർ ടിക്കറ്റ്സ്. ദ റിമൈനിങ് പിന്നെ നിങ്ങളുടെ ട്രാവൽ കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ട് പ്രോസസ് യുവർ വിസ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പ്ലാൻ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ദെൻ ഇറ്റ്സ് നോട്ട് ഒരു എൻഡ് ഓഫ് ദ ജേണി അല്ല, ബിഗിനിങ് ഓഫ് ദ ജേണിയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാവിധ റിസോഴ്സസുമുള്ള ഒരു നെറ്റ്വർക്കിലേക്കും ഒരു എക്സ്പെർട്ടീസിൻ്റെ അടുത്തേക്കുമാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച എല്ലാ ബിസിനസ് എക്സ്പീരിയൻസുകളും അതുപോലെ എൻ്റെ കണക്ഷനും എൻ്റെ പീപ്പിളും എൻ്റെ നെറ്റ്വർക്കും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. സുരേഷ് ഒന്നും പറഞ്ഞില്ല, ശില്പ ഒന്നും പറഞ്ഞില്ല. നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും പരിചയപ്പെടാനും ഒക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. രജിഷ പറയോ. എൻ്റെ പേര് മുഹമ്മദ് റാഷിദ്. റാഷിദ് പറയോ, എവിടെ നിന്നാണ്? ഞാൻ ഖത്തറിലാണ്. ഓക്കെ. നാട്ടില് എടവണ്ണപ്പാറ. എന്താ പരിപാടി? ഞാൻ ഖത്തറില് 3 തരം ബിസിനസ് ഉണ്ട്. ഒന്ന് സൂപ്പർ മാർക്കറ്റ്. ഓക്കെ. സൂപ്പർ മാർക്കറ്റിന് ബ്രാൻഡ് ഉണ്ടോ? റെഡി ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു യൂണീക്ക് ബ്രാൻഡ് ഉണ്ടായിരുന്നു. അത് ഇതേപോലെ ഒരു പാർട്ട്നേഴ്സിന്റെ ഇഷ്യൂ കാരണം നമ്മൾ അത് പോയാച്ച് ഇപ്പം ബ്രാൻഡ് ഇല്ല. ഇപ്പൊ ബ്രാൻഡ് എത്ര ഔട്ട്ലെറ്റ് ഉണ്ട്? സെപ്പറേറ്റ് ഇപ്പൊ നമുക്ക് സിംഗിൾ ഔട്ട്ലെറ്റ് ഉള്ളൂ. നമ്മൾ അവരുടെ നിന്ന് കംപ്ലീറ്റ് എടുത്തതാണ്. മാഫി മുഷ്കില. എനിക്ക് 100 ആക്കാനുള്ള മൈൻഡ് ഉണ്ടോ? GCC ലെക്രോസ് 100 ഔട്ട്ലെറ്റുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിന്, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട് എനിക്ക്. അതുകൊണ്ടാണ് അതെ. അതുകൂടെ പിന്നെ നമ്മൾ ചെയ്യുന്നത് ലോക്കലി എന്താണ് ഫിഷിന്റെ ബിസിനസ് ആണ്. എന്താ സാധനം? അത് ട്രേഡിംഗ് തന്നെയാണ്. നമ്മൾ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ലോക്കല് എടുത്തിട്ട് നമ്മൾ. ഓക്കെ. അത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് ബിസിനസ്സിനെ ഒന്ന് എൻഹാൻസ് ചെയ്യുക. അതൊക്കെ അതൊരു ട്രേഡിംഗ്, ഒരു മണി മേക്കിംഗ് പ്രോസസ്സാണ്. അടുത്ത പറയും. പിന്നെ അതേപോലെ നമ്മൾ ഈ അറബിലെ ട്രഡീഷണൽ ഡ്രസ് ഇല്ലേ, ടൈലറിങ്. ഓക്കെ. എനിക്ക് തിലാൽ ഗ്രൂപ്പ് അറിയോ? UAE തിലാൽ ഗ്രൂപ്പ് അറിയോ? തിലാൽ യെസ്, സലാംക്ക മലപ്പുറത്തുകാരനാ, നമ്മളെ ഫ്രണ്ടാ. അപ്പം ചെയ്യുകയാണെങ്കിൽ അതുപോലെ ചെയ്യണം. നല്ല ഫാക്ടറി ഇട്ട് നല്ല ബ്രാൻഡാക്കി തിലാലിൻ്റെ. ഇപ്പോൾ സൗദിയിൽ മാത്രം അവരുടെ 100 ഔട്ട്ലെറ്റ്സ് വരുന്നുണ്ട്. കന്തൂറയുടെ അവർ IPO ലിസ്റ്റ് ചെയ്യുമ്പം വലിയ വോളിയത്തിനായിരിക്കും ലിസ്റ്റ് ചെയ്യുക. കന്തൂറ വിറ്റല്ല പൈസ ഉണ്ടാക്കേണ്ടത്. സൂപ്പർ മാർക്കറ്റിൽ കോയിമുട്ടി മറ്റേ പാലും വിറ്റല്ല പൈസ ഉണ്ടാക്കേണ്ടത്. ലുലു പൈസ ഉണ്ടാക്കിയ പോലെ ബ്രാൻഡ് വിറ്റ് പൈസ ഉണ്ടാക്കണം. ആദ്യം 100 ഔട്ട്ലെറ്റ് ഉണ്ടാക്കി ബാക്കി എങ്ങനെ വിൽക്കണം എന്ന് പറഞ്ഞുതരാം. 100 ഔട്ട്ലെറ്റിൽ 10 ഔട്ട്ലെറ്റ് ചെയ്ത് തുടങ്ങിയാൽ മതി. ബാക്കിയുള്ള നാട്ടുകാർ തുടങ്ങും, ബേജാറാവണ്ട. ഇൻവെസ്റ്റേഴ്സ് വരും. ഫ്രാഞ്ചൈസി മോഡലിൽ ചെയ്യുക, ഇൻവെസ്റ്റിംഗ് മോഡലിൽ ചെയ്യുക, പല മോഡലും ചെയ്യുക. ഫണ്ടിങ്ങിന് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ ഒരു വിഷനും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. വിഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ മനുഷ്യൻ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഫണ്ടില്ലാത്തതിൻ്റെ പേരിൽ എന്തായിട്ടില്ല, വിഷൻ പരാജയപ്പെട്ടിട്ടില്ല. സെറ്റാക്കണ്ടേ? ഇൻഷാ അല്ലാ പൊളിക്കണം. അപ്പോൾ എനിക്കിതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള 2 സാധനം. ഒന്ന് ഡ്രസ്സിൻ്റെ കന്തൂറ തിലാൽ മോഡല്, സൂപ്പർ മാർക്കറ്റ് ലുലു മോഡൽ കേട്ടോ, ബെഞ്ച് മാർക്ക്. മറ്റത് പിന്നെ ട്രേഡിങ്, ഫിഷ് മാത്രമല്ല, നമുക്ക് എല്ലാ ട്രേഡിങ്ങും ചെയ്യാം. എന്തിനെന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിനെയും നിങ്ങളുടെ കന്തൂറയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേഡിങ് ചെയ്യാം. ഗുഡ്. ഏത് ഫേസ്? അപ്പോൾ ഏത് ഫേസിനാണ് നിങ്ങൾ വരുന്നത്? സെക്കൻഡ് ഫേസ് അല്ല, നമുക്ക് ക്ലോത്ത് മെറ്റീരിയൽ ഉള്ള. ഓക്കെ.
ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് കുറച്ച് തോന്നുന്നു ക്ലോത്ത് തേർഡല്ലേ? ക്ലോത്ത് തേർഡാ? കുറച്ച് തോന്നുന്ന ദിവസം അവിടെ നിൽക്കണമെന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. എന്നാൽ നിങ്ങളെ ട്രാവൽ കൺസൾട്ടൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് പ്ലാൻ ചെയ്തോളൂ കേട്ടോ. അവർ നിങ്ങളെ അപ്രോപ്രിയേറ്റ്ലി ഗൈഡ് ചെയ്യും. അവർ ഈ വിഷയത്തിലൊക്കെ നല്ല എക്സ്പീരിയൻസും അറിവും ഉള്ളവരാണ്. ഓക്കെ ഓക്കെ. ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇനി ആരാ? സാർ ഒരു ഡൗട്ട് കൂടി ഉണ്ട്. യെസ് റിഷാഫ് പറയൂ. പിന്നെ നമ്മള് ഇവിടെ ഈ ചൈനയിലത്തെ സ്റ്റാള് മാത്രമാണ് കേട്ടോ, അത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്? കഴിഞ്ഞ പ്രാവശ്യം അവിടെ തുർക്കിയുടെ ഉണ്ടാവാറുണ്ട്, ഇന്ത്യയുടെ ഉണ്ടാവാറുണ്ട്, മൊറോക്കോയുടെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കുറവാണ്. അതൊരു നല്ല മോഡലല്ല. അതിനുവേണ്ടി ചൈനയിൽ പോകുന്ന വലിയൊരു ബുദ്ധിയൊന്നുമല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് കുറേ കണക്ഷൻ കിട്ടും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് രാജ്യങ്ങൾ, അതൊരു ലോകത്തെ ഒരു ഹജ്ജാണ് ശരിക്ക്. അതായത് 2 ലക്ഷം സ്ക്വയർ മീറ്റർ ഏരിയയിൽ 60,000-ഓളം ഫാക്ടറികളുടെ ഡിസ്പ്ലേ ആണ്, ലക്ഷക്കണക്കിന് പ്രൊഡക്റ്റുകളുടെ. അത് കാണാൻ വേണ്ടി ലോകത്തുനിന്ന് ഏകദേശം 180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വരികയാണ് അവിടെ. അപ്പം നമ്മൾ വെറും പ്രൊഡക്റ്റ് മാത്രമല്ല പരിചയപ്പെടേണ്ടത്. ഈ വരുന്ന ആളുകളോടൊക്കെ നമ്മുടെ സിമിലർ ബിസിനസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചുറ്റിക്കളിച്ചിട്ട് പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ആളുകളുണ്ടല്ലോ, ഈ ആളുകളെ കൂടി നമ്മൾ പരിചയപ്പെടണം. അത് നമുക്ക് വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കും. എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാതെ ഷോപ്പുകളായിട്ട് അവിടെ കുറവാണ്. പക്ഷേ ഉണ്ട്, ഒരു സെക്ഷൻ അതിനുണ്ട്. ഇന്റർനാഷണൽ പവലിയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുരേഷ് നായർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരികയാണ്. ആയിക്കോട്ടെ. എന്താണ് നിങ്ങളെ പരിപാടി? നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഒരു ബ്രീഫ് വേണമല്ലോ. വാട്ട് ആർ യു ഇൻ യുവർ പ്രൊഫഷൻ? അല്ല, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വേറൊരാള് സുരേഷ് നായർ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ബ്രദർ ഒരു ചോദ്യം ചോദിച്ചു. പറഞ്ഞോളൂ, സംസാരിച്ചോളൂ. അദ്രമാൻ പറയൂ. അദ്രമാൻ, നമ്മുടെ പഴയ ഇലക്ട്രോണിക്സ് എന്തൊക്കെയാണ് എനിക്കിപ്പോൾ പരിപാടി? പറയേ. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഉണ്ടാകും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. അതായി വരുമ്പോൾ ഉണ്ടാവും. അതെങ്ങനെയാവുമെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ എത്തുമ്പോൾ, നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം പരിചയപ്പെടുമല്ലോ. പല ആളുകളും പല രാജ്യത്ത് നിന്ന് വരികയല്ലേ. അപ്പം സിമിലർ ട്രൈബ് എല്ലാവരും നമുക്ക് അന്ന് ട്രൈബ് ആവും. അതായത് ഒരു എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു 5 to 6 പീപ്പിൾ ഉണ്ടാവും. അതങ്ങ് ട്രൈബ് ആവും. പിന്നെ ഈ സോളാറിൻ്റെ വിഷയത്തിൽ ചൈന വേൾഡിൽ ലീഡിങ് ആട്ടോ. വേൾഡിൽ ലീഡിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടും പ്രൊഡക്റ്റ് എക്സ്പ്ലോറും ചെയ്തിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് റൈറ്റ്. എത്ര കസ്റ്റമർ ഉണ്ട് ഇപ്പോൾ? വെരി ഗുഡ്, വെരി ഗുഡ്. ഈ ഗവൺമെന്റിന്റെ സബ്സിഡിക്ക് നിങ്ങളുടെ ഇതുണ്ടോ, അംഗീകാരം ഉണ്ടോ? അടിപൊളി. ദെൻ യു ആർ ഇൻ ടു ബിസിനസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ യു ആർ ഇൻ ടു ബിസിനസ്. ഓക്കെ, വെൽക്കം. നിങ്ങളുടെ പാർട്ട്ണറും ഉള്ളത് അല്ലേ? ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളുടെ ഇലക്ട്രോണിക്സിന്റെ ബിസിനസ് ഒക്കെ ഇപ്പം നിർത്തിയോ? ഫുള്ള് നിർത്തി അല്ലേ? നിങ്ങളൊക്കെ തുടങ്ങിയ കാലത്തൊക്കെ തന്നെയാണ് ശരിക്കും ജീപ്പാസ് ബഷീർക്ക ചൈനയിൽ പോയിട്ട് ജീപ്പാസ് അടിച്ചു കൊണ്ടുവന്നു കേട്ടോ. നമ്മളെ മുമ്പൊന്നല്ലേ അടിച്ചത്. ഇപ്പൊ നമ്മളെ മറ്റേ സ്ട്രോങ് ലൈറ്റ്, നാസർക്ക, ഇംബെക്സ്, ഇതൊക്കെ നമ്മളെ മുമ്പ് അടിച്ച സാധനങ്ങളാ. അപ്പൊ മറ്റേ ഇവന് നമ്മുടെ സമീർ, നാസർഖാന്റെ ബ്രദർ, നമ്മളെ ബത്തേന്ന് നിങ്ങളെ ഷോപ്പിന്റെ നേരെ മുമ്പെന്നല്ലേ അടിച്ചേ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ ബ്രാൻഡ് അടിച്ച് കൊണ്ടുവന്ന് ബ്രാൻഡ് മുതലാളിമാരായി. അവർക്ക് വിൽക്കാൻ ബ്രാൻഡ് ഉണ്ട്. നമ്മൾ അന്ന് അത് ചെയ്തില്ല. ബട്ട് ഒന്ന് റിഗ്രറ്റിലൊന്നും സ്കോപ്പില്ല ലൈഫിൽ. എപ്പോഴാണോ കറക്റ്റ് ടൈം കിട്ടുന്നത് അപ്പാണ് തുടങ്ങുക. അതന്നെ, റിഗ്രറ്റിന് സ്കോപ്പില്ല. ഓക്കെ, അപ്പോൾ വെൽക്കം അബ്ദുറഹ്മാൻ. സുരേഷ് നായർ അപ്പം ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് കമ്പനിയിൽ റീറ്റെയിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം എന്തെങ്കിലും ഇപ്പം എൻ്റെ ഒരു കൺസെപ്റ്റ്, ഞാൻ ഇന്നലെ ഒരു കമ്പനിയിൽ കോച്ചിങ്ങിന് വേണ്ടി പോയിരുന്നു സുരേഷ് സാഹിബേ. അപ്പം ആ കമ്പനിയുടെ ഒരു MD-യുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, അദ്ദേഹം സെയിൽസ് മാനേജറായിരുന്നു, ജനറൽ മാനേജർ സെയിൽസ് ഡിവിഷനായിരുന്നു ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ, എസ്പെഷ്യലി ജർമ്മൻ ബേസ്ഡ് ലോജിസ്റ്റിക്സ് കമ്പനിയിൽ
ഏകദേശം 15 വർഷമായിട്ട് സെയിൽസ് മാനേജറായിരുന്നു, ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ കാലഘട്ടത്തിലാണ് അയാൾക്ക് എനിക്ക് സ്വന്തമായിട്ട് ലോജിസ്റ്റിക്സ് കമ്പനി തുടങ്ങണമെന്നുള്ളൊരു സ്വപ്നം അയാളുടെ 40-ാം വയസ്സിൽ വരുന്നത്. അയാളുടെ 40-ാം വയസ്സിൽ. അയാൾക്ക് ഇന്ന് 50 സംതിങ് വയസ്സുണ്ട്. അതായത് കമ്പനി തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 29 വയസ്സായി, 29 വർഷമായി. അപ്പോൾ ഞാനിന്ന് അവരുടെ ആനുവൽ സെലിബ്രേഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു. ഇന്ന് അയാൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും, ആ സെയിൽസ് മാനേജർ പദവിയിൽ നിന്നും രാജിവെച്ച് അയാൾ സ്വന്തമായിട്ട് അയാളുടെ കമ്പനി തുടങ്ങിയിട്ട് 29 വർഷമായി. ഇന്ന് അദ്ദേഹത്തിന് 150 സ്റ്റാഫും 250 കോടിയുടെ കച്ചവടവും 4 രാജ്യങ്ങളിൽ ഓപ്പറേഷനുണ്ട്. എന്ന് മാത്രമല്ല 2030 ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന വിഷൻ എന്ന് പറയുന്നത് 1000 സ്റ്റാഫും 1000 കോടിയുടെ കച്ചവടം, GCC മിനയിൽ എൻ്റയർ പ്രസൻസും ഉള്ള ഒരു ബ്രാൻഡഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. ഒരു ഇൻ്റർനാഷണലി റിനൗണ്ട് ബ്രാൻഡ് ലോജിസ്റ്റിക്സ് കമ്പനിയാണ്. അതായത് സെയിൽസ്മാൻ ആവണം. കാരണം ഇന്നുള്ള എല്ലാ MDമാരും ഒരു കാലത്ത് സെയിൽസ്മാൻമാരായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സുരേഷ് സാഹിബ് നിങ്ങളൊരു കച്ചവടക്കാരനാവണം. ഒരു കച്ചവടക്കാരനാവാതെ ഒരാൾ മരിച്ചു പോയാൽ അയാളുടെ ജീവിതം മുഴുവനായിട്ട് ജീവിച്ചിട്ടില്ല എന്ന് ഞാൻ പറയും. ഒരു ബ്രാൻഡ് ഉണ്ടാക്കാതെ ഒരാൾ മരിച്ചു പോയാൽ അയാൾ ഒരു കച്ചവടക്കാരനായിരുന്നില്ല എന്ന് ഞാൻ പറയും. അപ്പം ലെറ്റ്സ് ബി എ ബിസിനസ്മാൻ വിത്ത് എ ബ്രാൻഡ്. നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നത് എന്നുള്ളതിന് പ്രസക്തിയില്ല. ഓ പറയൂ അസ്ലാം, പറയൂ. ഡോക്ടർ പറഞ്ഞതുപോലെ യെസ് യെസ്, വെരി ഗുഡ്. അങ്ങനെ വന്നല്ലോ, അതിനെല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കി. ആ ഇനി ബാക്കി പറയും. അപ്പൊ അതിന്റെ ഡോക്ടർ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടോ? ഡോക്ടർ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, കുറെ കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തപ്പോ ആ ബ്രാൻഡ് നോക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ പറയുന്നത് ആ രജിസ്ട്രേഷൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇനീഷ്യലായിട്ട് ചെയ്യേണ്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ? രണ്ടാമത്തത് ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് ടൈം 6 to 1 year 6 months to 1 year എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഓൾറെഡി രജിസ്റ്റർ ചെയ്തെങ്കിൽ TM കിട്ടിയിട്ടുണ്ട്, ട്രേഡ് മാർക്ക് എന്നുള്ള കിട്ടിയോ? സംഗതി മാത്രം TM കിട്ടിയോ? അത് I'm not sure. ഇതിപ്പോ കിട്ടുമോ ഇല്ല എന്നുള്ള സംശയത്തിൽ ഞങ്ങൾ അതിന്റെ ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് മിനിറ്റില് അത് ആ നെയിം കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഓക്കെ, അല്ല ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് TM കിട്ടിയോ? അതെ TM കിട്ടി. TM കിട്ടിയാൽ ഒരു 99% അത് കിട്ടും, അല്ലെങ്കിൽ ഒബ്ജക്ഷൻ വരേണ്ടതാണ്. അങ്ങനെയാണ്. അതല്ലെങ്കിൽ പ്രൈമറി ഒബ്ജക്ഷൻ വരും. യെസ് യു ക്യാൻ ഗോ ഹെഡ്. ബാക്കിയുള്ള പ്രൊജക്റ്റിന്റെ വർക്കുമായിട്ട് മുന്നോട്ട് പോകാം. TM കിട്ടിക്കഴിഞ്ഞാൽ അത് ഓൾറെഡി സിമിലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇനീഷ്യൽ അത് VNA വിടും. ഇന്റർനാഷണൽ ഇതിന്റെ UN VNA ഇത് വിടും. ഇന്റർനാഷണൽ രജിസ്ട്രി ഓഫ് ട്രേഡ് മാർക്സിലേക്ക് പോകും, VNA. അപ്പോൾ അത് TM അപ്രൂവ് ആവുന്നതിന് മുമ്പ് റിജക്ഷൻസ് എവിടെയെങ്കിലും വേൾഡ് വൈഡ് ഉണ്ടെങ്കിൽ റിജക്ഷൻസ് വരും, അല്ലെങ്കിൽ ക്ലെയിംസ് വരും, അല്ലെങ്കിൽ ഒബ്ജക്ഷൻസ് വരും. വന്നിട്ടില്ലെങ്കിൽ ഒരു പരിധിവരെ അത് കിട്ടും. ഓക്കെ, ഗുഡ് 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 ഗുഡ്. ഇസ്ലാം പറയൂ. യെസ് ഉസൈദ്, എന്താ പരിപാടി? സെൽഫ് ലേണിംഗ് ആണ്. വെരി ഗുഡ്. അപ്പോൾ അതിൽ ഞാൻ പഠിക്കുന്ന സബ്ജക്ട് മൈൻഡ് സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു വരാനുള്ള റീസൺ ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റ് എന്താണ്? ആക്ച്വലി ഒരു മണി എന്ന് മാത്രമാണോ അതോ എവരിതിങ് ഇസ് മൈൻഡ് സെറ്റ്, റൈറ്റ്? യെസ്. അപ്പോൾ ബിസിനസിന്റെ മൈൻഡ് സെറ്റ് എന്താണ്? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ. ഈ നമുക്ക് ഭക്ഷണം, ഒരു മനുഷ്യൻ്റെ ബേസിക് ആവശ്യം റോട്ടി കപ്പട മക്കാനാണ്. അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമാണ്. എന്നിട്ട് ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ സുഖിച്ച് ജീവിക്കുക, അതല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക് ലാപ്ടോപ്പ് പൂട്ടി വെച്ച് വീട്ടിലേക്ക് പോയി ഉമ്മയുടെയും ഭാര്യയുടെയും കുട്ടികളുടെയും കൂടെ ജീവിതം സുഖമായിട്ട് ആസ്വദിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ആവറേജ് മനുഷ്യൻ്റെ ചിന്താഗതി. അവനാണ് ബേസിക്കലി സാലറീഡ് എംപ്ലോയി എന്ന് പറയുന്ന ആൾ. പക്ഷേ ബിസിനസ്സുകാരൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യുകയാണ്. അവൻ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവൻ്റെ ഹെൽത്ത്, അവൻ്റെ സ്ലീപ്പ്, അവൻ്റെ ഭാര്യ, അവൻ്റെ കുട്ടികൾ, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ട്രാവലൊക്കെ അവൻ സാക്രിഫൈസ് ചെയ്യുന്നത് ബേസിക്കലി അതൊരു സോഷ്യൽ സർവീസ് കൂടിയാണ്. കാരണം ഒരു ബിസിനസ്സുകാരൻ ബിസിനസ് ചെയ്യുമ്പോൾ ആ രാജ്യത്ത് പട്ടിണി മാറ്റാൻ കഴിയും അവന്. ആ രാജ്യത്ത് പ്രൊഡക്റ്റുകൾ വരും, എംപ്ലോയ്മെൻറ്റുകൾ വരും, ആ രാജ്യം വികസിക്കും. ആ രാജ്യത്ത് 100 കണക്കിനും 1000 കണക്കിനും അതല്ലെങ്കിൽ 10,000 കണക്കിനും ലക്ഷക്കണക്കിനും കുടുംബങ്ങൾക്ക് ജോലി കിട്ടും.
അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ ബേസിക്കലി ഒരു ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പട്ടിണി മാറ്റാൻ ഒരു ബിസിനസ്സുകാരനേ പറ്റുള്ളൂ. 100 പേരുണ്ടെങ്കിൽ 5 പേർക്ക് മാത്രമേ ബിസിനസ് ബുദ്ധി അല്ലെങ്കിൽ ബിസിനസ് മൈൻഡ് സെറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ കംഫർട്ട് സോൺ മൈൻഡ് സെറ്റാണ് ഉണ്ടാകുക. കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് രാവിലെ 9 മണി മുതൽ ജോലി ചെയ്തിട്ട് 5 മണിക്ക് വീട്ടിൽ പോകണം, ഞായറാഴ്ചയും ശനിയാഴ്ചയും എനിക്ക് അവധി വേണം, പിന്നെ എനിക്ക് സിക്ക് ലീവ് വേറെ വേണം, മറ്റേ ലീവ് വേറെ വേണം എന്ന് ചിന്തിക്കുന്ന ആൾ ജീവിതത്തിൽ അവൻ്റെ 2 അറ്റം വരെ അവന് മുട്ടിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും അവന് സമൂഹത്തെ ബിൽഡ് ചെയ്യാനും കഴിയില്ല. അപ്പോൾ ബേസിക്കലി സമൂഹത്തെ ബിൽഡ് ചെയ്യുന്ന, ആയിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന, ഈ സമൂഹത്തിൻ്റെ പട്ടിണി അകറ്റുന്ന, സമൂഹത്തിന് വീടുകൾ വെച്ച് കൊടുക്കുന്ന, പള്ളികൾ ഉണ്ടാക്കുന്ന, മദ്രസകൾ ഉണ്ടാക്കുന്ന, അമ്പലങ്ങൾ ഉണ്ടാക്കുന്ന, ഓർഫനേജുകൾ ഉണ്ടാക്കുന്ന, ഈ സമൂഹത്തിൻ്റെ വൃദ്ധസദനങ്ങൾ ഉണ്ടാക്കുന്ന, സ്പെഷ്യൽ സ്കൂളുകൾ ഉണ്ടാക്കുന്ന, കിണറുകൾ ഉണ്ടാക്കുന്ന, ഈ സമൂഹത്തിൽ ഇന്ന് എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളുണ്ടോ അതൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് വേണ്ടി സ്വന്തം ജീവിതം ത്യാഗം ചെയ്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുടെ പേരാണ് ബിസിനസ്മാൻ. ഹീ ഈസ് സെൻഡ് ബൈ ഗോഡ്. 100 പേരിൽ 5 പേരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ദേ ആർ ചൂസൺ ബൈ ഗോഡ്. പടച്ചവന് അവരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ ഒരു പണി പടച്ചവൻ അവരെ ഏൽപ്പിച്ചതാണ്. ഇവൻ്റെ കയ്യിൽ ഞാൻ ക്യാഷ് കൊടുത്താൽ ഇവൻ സമൂഹത്തെ ബിൽഡ് ചെയ്യും എന്നുള്ള ഉറപ്പ് പടച്ചവനുള്ളത് കൊണ്ടാണ് ദൈവം നമ്മൾ ആ പണി ഏൽപ്പിച്ചത്. ബാക്കി 95 ആളുകളെ ഏൽപ്പിക്കൂല. കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഉപദേശം. താങ്ക് യു. ഡോക്ടർ യെസ് സലാം. എന്റെ പേര് അനൂപ് എന്നാണ്. അനൂപ് പറയൂ. സൗദിയിലാണ്, ഡ്രൈവ് ചെയ്യാണ്, അതുകൊണ്ടാണ്. നോ വറീസ്. ഓക്കെ, ഞാൻ മൊബൈൽ സർവീസ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മൊബൈൽ സർവീസ് 10 years ആയി ഫീൽഡില്, സർവീസ് സെക്ഷനിൽ തന്നെയാണ്. ഒരു സർവീസ് ഇത് ബ്രാൻഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശം. അപ്പോൾ സർവീസിന്റെ റീറ്റെയിൽ ചെയിൻ ഉണ്ടാക്കണം. അതെ, മൈജി പോലെ. അതെ അതെ അതെ. മൈജി ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് അല്ല, സർവീസ് ബ്രാൻഡാണ്. അതെ, സർവീസ് റീറ്റെയിൽ ബ്രാൻഡിന് ഉദാഹരണമാണ് മൈജി. ഓക്കെ, അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ട്രാവലിന്റെ കൂടെ ഡോക്ടറിന്റെ കൂടെ വരാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരാം. ലെറ്റ്സ് വർക്ക് ടുഗദർ. നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളൊരു മോഡൽ കണ്ടെത്തുമ്പോഴേ ലോകത്ത് അതിൻ്റെ ഒരു എക്സിസ്റ്റിംഗ് ബെഞ്ച് മാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കണം. എന്നാൽ നമുക്ക് കുറേ ക്ലാരിറ്റി കിട്ടും ബിസിനസ് മോഡലിൽ. ലോകത്ത് ഇന്ന് എക്സിസ്റ്റിംഗ് ഉള്ള ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ബെഞ്ച് മാർക്ക് എപ്പോഴും കണ്ടുപിടിക്കണം. അടിപൊളി. പോസിബിളാണ്, നിങ്ങളെ സാധനം പോസിബിളാണ്. തീർച്ചയായിട്ടും. നമ്മൾ ആക്ച്വലി ഇവിടെ സർവീസിന്റെ തന്നെ നമ്മളിവിടെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. അത് ഇതുപോലെ നമ്മൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഹോൾസെയിലാണ് ചെയ്യുന്നത്. യെസ്. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് ടോട്ടലി ഈ ഫീൽഡിലേക്ക്, സർവീസ് റീറ്റെയിൽ ഫീൽഡിലേക്ക് സ്റ്റോപ്പ് ചെയ്യണ്ട. ഈ റീറ്റെയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഹോൾസെയിൽ വേണ്ടി വരും. കാരണം ഈ റീറ്റെയിലേക്കുള്ള പർച്ചേസ് ഇപ്പം 10 ഷോപ്പൊക്കെ വാങ്ങണത് ഒരു പർച്ചേസ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിനെ സിനർജൈസ് ചെയ്യുന്ന ഒരു ഹോൾസെയിൽ ഡിവിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇനി ആരാണ്? ഷക്കീൽ ഭായ്. പറയൂ. മുഹമ്മദ് റാഷിദ് പറയൂ. മുഹമ്മദ് റാഷിദ്, ഖത്തർ സൂപ്പർ മാർക്കറ്റ് ഫിഷ്, നമ്മുടെ തിലാൽ കന്തൂറ. നിങ്ങൾക്ക് തുടങ്ങാനാ? നിങ്ങൾക്ക് അതിൽ എക്സ്പീരിയൻസോ എക്സ്പെർട്ടൈസോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. കഴിഞ്ഞ ഏകദേശം 1 വർഷം കൊണ്ട് 1.62 ബില്യൺ ആണ് ഇന്ത്യയിൽ അതിന് ഗ്രോത്ത് വന്നത്. ഇന്ത്യ എന്ന മാർക്കറ്റിൽ അങ്ങനെ ഒരു സാധനത്തിന് സ്കോപ്പ് ഉണ്ടോ ചോദിച്ചാൽ സ്കോപ്പുണ്ട്. നിങ്ങൾക്ക് അത്തരമൊരു പ്രൊഡക്റ്റിൻ്റെ പിന്നാലെ ഒരു 5 വർഷം ഓടാനുള്ള സമയമുണ്ടോ, അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പണമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാരണം അത് അതീവ സൂക്ഷ്മത വേണ്ട ഒരു ഏരിയ ആണ്. പറഞ്ഞോളൂ. ഇപ്പൊ അവര് പറഞ്ഞല്ലോ, ഇപ്പൊ ഇപ്പൊ കുറച്ച് ഇതിനെ കുറിച്ച് പഠിക്കാൻ തന്നെ നമ്മൾ രാവിലെ 3 മണിക്ക് എണീക്കുന്നുണ്ട്, രാത്രി ഒരു 8 മണി 9 മണിക്ക് ബെഡിൽ കിടക്കുന്നത്. നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതെ. നമ്മളിപ്പോൾ രാവിലെ 6 മണിക്ക് എഴുന്നേറ്റതാണ്, ഇപ്പോൾ രാത്രി എത്ര മണിയായി? 11 മണിയായി. ഇപ്പോഴും നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എനർജിക്ക് ഒരു കുറവില്ല. അതാണ് ബിസിനസ്സുകാരുടെ ലൈഫ്. അപ്പം ആ ബിസിനസ് മോഡൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല, നല്ലതാണ്, സ്കോപ്പ് ഉണ്ട്. പക്ഷേ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൻ്റെ പിന്നാലെ ഓടുന്നോ, കന്തൂറയുടെ പിന്നാലെ ഓടുന്നോ, ബേബി ഫുഡിൻ്റെ പിന്നാലെ ഓടുന്നോ, എല്ലാത്തിൻ്റെയും പിന്നാലെ ഓടിയാൽ ഒന്നും എവിടെ എത്തില്ല.
അപ്പോൾ ഒരു ബിസിനസ്മാനെ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ കയ്യിൽ 3 നല്ല ഐഡിയകൾ ഉണ്ടെങ്കിൽ ഈ 3 ഐഡിയയിലും അവൻ വർക്ക് ചെയ്യരുത്. 3ഉം പെർഫെക്റ്റ് ഐഡിയ ആണെങ്കിൽ പോലും വർക്ക് ചെയ്യരുത്. ഒരു ഐഡിയയിൽ വർക്ക് ചെയ്യണം. ഒരു ഐഡിയയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് 5 വർഷം വർക്ക് ചെയ്യണം. എന്നിട്ട് അത് റെയിൽമേൽ കയറിയതിന് ശേഷം അതിനെ നമ്മൾ വല്ല അസീം പ്രേംജിക്കും വിറ്റതിന് ശേഷം നമുക്ക് അടുത്ത കളി തുടങ്ങാം. ഏതെങ്കിലും ഒരു മരം പന പോലെ വളർത്തണം. ഉള്ള കുടത്തിലുള്ള വെള്ളം എല്ലാ ചെടിക്കും കൂടിയും കുറച്ച് കുറച്ച് ഒഴിച്ചാൽ ഒരു ചെടിയും പന പോലെ വളരില്ല. ഏതെങ്കിലും ഒരു മരം പന പോലെ വളർത്തണം. താങ്ക് യു. അടുത്ത ആള്. യെസ്, ഇസ്ലാം. പറയൂ. റഫീഖ് പറയൂ. റാസൽ ഖൈമ, എന്താ പരിപാടി? എന്താണ് ഇൻഡസ്ട്രി? രണ്ടാമത്തെ വരുന്നത് ഗ്രോസറിയാണ്. ഓക്കെ, ഇത് രണ്ടും ഇപ്പൊ നിലവിൽ സ്റ്റില്ലാണ്. ഓട്ടോ സ്പെയർ പാർട്സിന്റെ റീറ്റെയിൽ ചെയിനാ? ട്രേഡിങ്ങേ ഉള്ളൂ, റീറ്റെയിൽ ഇല്ല. വേറെന്തല്ലേ? സ്റ്റില്ലാണ്, ഓപ്പറേഷനിലല്ല. അപ്പം ആക്ച്വലി നിങ്ങൾക്ക് ട്രേഡിംഗ് അല്ലാത്ത വേറെ ഒരു ബ്രാൻഡ് ഇല്ല. പിന്നെ മൂന്നാമത്തെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് റെന്റൽ. അതിന്റെ ഷോപ്പൊന്നുമില്ല, ജസ്റ്റ് എക്യുപ്മെന്റ്സിന്റെ അത് റെന്റിന് പോകുന്നു. ഹെവി എക്യുപ്മെന്റ്സ് ആണ്. അതായത് തീർക്കുന്നുണ്ട്. എവിടെയാ അത്? ഓക്കെ. അത് ഇപ്പോഴും പഴയ ഒരു സെഷനിലാണ് വരുന്നത്. അതിലൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. ഒന്ന്. രണ്ടാമത്തത് എനിക്ക് ഒരു വണ്ടിയുടെ ഒരു പ്രൊഡക്റ്റ് അത് എനിക്ക് ബ്രാൻഡ് ചെയ്യണം. വെരി ഗുഡ്. എത്ര വയസ്സായിപ്പോ? 32. നല്ല പ്രായ. അല്ല, ഇത് ഓരോ ബുദ്ധി ഓരോ നേരത്തെ തുടങ്ങലാണല്ലോ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബ്രാൻഡ് ചെയ്യണം, ഗാരേജ് ബ്രാൻഡ് ചെയ്യണം. അടിപൊളി. അതില് പിന്നെ ട്രാൻസ്പോർട്ടിന് അതിലെ പുതിയ ന്യൂ ടെക്നോളജിയുടെ എക്യുപ്മെന്റ്. അതിലിപ്പം അത് യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള JCB, ബൂം ഡോളർ അങ്ങനെയുള്ള അതല്ലാത്ത പുതിയ ടെക്നോളജി ആയിട്ടുള്ള മെഷീനറികൾ. അത് ഓരോ വർഷം ഇങ്ങനെ ഇറങ്ങും, ഓരോ ന്യൂ മോഡൽസ്. അതിന്റെ ഡിസ്പ്ലേ ഉണ്ടാവും അവിടെ. ഈ ചൈനൻ്റെ പ്രത്യേകത എന്താ അറിയോ? അവരുടെ പണി തന്നെ ഇന്നൊവേഷനാണ്. അതായത് കമ്പനികൾ, ഫാക്ടറികൾ അവർ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ്. ഫാക്ടറികൾ ഇരുന്നിട്ട് 6 മാസം 1 വർഷം ഇരുന്നിട്ട് ഡിസൈൻ ചെയ്യാണ് പുതിയ സാധനം. എന്നിട്ട് അവരതിനെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണെങ്കിൽ കാൻറ്റൺ ഫെയറിൽ വരും സാധനം. അപ്പോൾ അതൊരാൾ കോപ്പി എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വർഷത്തിലും പുതിയ പ്രൊഡക്റ്റുകൾ വരും. നിങ്ങൾക്ക് ഓൾറെഡി ഇതുള്ളത് കൊണ്ട്, ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ ട്രേഡിംഗ് ഉള്ളത് കൊണ്ട് അതിലൊരു പ്രൊഡക്റ്റ് നിങ്ങളത് കയറ്റി ഞങ്ങൾ പൊളിക്കൂട്ടോ. ഒരു ബ്രാൻഡ് അതാവട്ടെ നമ്മളെ ഫസ്റ്റ് പണി അതാവട്ടെ. ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. വെരി ഗുഡ്. ചെയ്യുന്നത് ചൈന, ഇന്ത്യ, പിന്നെ യൂറോപ്പ്, തായ്വാൻ, തായ്ലാൻഡ്. വെരി ഗുഡ്. മാത്രമേ UAE മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു കൺസെപ്റ്റ്. കാരണം ഇതിന്റെ റോ മെറ്റീരിയൽ ഒരു 3 ഐറ്റം റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന UAE ആണ്. ബാക്കി കുറച്ച് ഐറ്റംസ് ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്ന്. അപ്പം നിങ്ങൾക്ക് മോണോപ്പൊളി കിട്ടും മാർക്കറ്റിൽ. നമ്മൾ ആദ്യത്തെ ഒരു വർക്ക് അതാവട്ടെ. ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ പോയിട്ട് നമുക്കിപ്പോൾ തന്നെ പ്രൊഡക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ബ്രാൻഡാക്കി കൊണ്ടുവരാം. രണ്ടാമത്തത് നിങ്ങളെ ഗാരേജിനെ ഒന്ന് റീറ്റെയിൽ ഗാരേജ് ആക്കാൻ പറ്റും. റീറ്റെയിൽ ഗാരേജ് എന്ന് പറഞ്ഞാൽ ഒരേ പേരിൽ ഒരേപോലെ നിൽക്കുന്ന ഗാരേജുകളുടെ ഒരു ശൃംഖല. 10, 15, 20 ബ്രാഞ്ചുകളുള്ള ഗാരേജുകളുടെ ഒരു ശൃംഖല. എന്നിട്ട് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് സ്പെയർ പാർട്സിൻ്റെ ചെറിയൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റും. നിങ്ങളെ ട്രേഡിങ്ങിനുള്ള സാധനം തന്നെ അവിടെ കൊണ്ടുവച്ചാലും മതി. നിങ്ങളെ ഗാരേജിൽ തന്നെ ഉപയോഗിക്കാനല്ലേ. ഒരു കണക്റ്റഡ് ബിസിനസ് അത് മൂന്നും.
ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ ബ്രാൻഡ്, ഓട്ടോ സ്പെയർ പാർട്സിൻ്റെ ട്രേഡിങ്, ഗാരേജിൽ സ്പെയർ പാർട്സിൻ്റെ റീറ്റെയിലിങ്, ഇതൊക്കെ കണക്റ്റഡ് ബിസിനസ്സാണ്. ആ ഒരു മോഡലിൽ വർക്ക് ചെയ്ത് മെല്ലെ മെല്ലെ ഉണ്ടായിക്കൊണ്ടിരും. മേ ബി ഒരു 10 വർഷത്തെ പ്ലാനാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഇൻഷാ അല്ലാഹ്, അടിപൊളി. അടുത്ത ആള്. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കൂ, അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് കൺക്ലൂഡ് ചെയ്യാണ്. പിന്നെ അടുത്ത ആഴ്ച വേറെ ടോപ്പിക്കിലായിരിക്കും ഡിസ്കഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ഫോക്കസ് ചെയ്തത് ബ്രാൻഡ് ബിൽഡിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. അൽത്താഫ് എന്താ പറയുന്നത്? 31 വയസ്സായി, അക്കൗണ്ടൻ്റ് ആണ്, പിന്നെ മാനേജ് മൈ ഓൺ ബിസിനസ് ഇൻ സ്മോൾ സ്കെയിൽ ഔട്ട് ഫെൻസിറ്റീവ് പ്രൊഡക്റ്റ് ഗ്രൂപ്പ്. അൽത്താഫേ, വെറുതെ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൂടെ സമയം ചിലവഴിക്കും. ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മൾ പണ്ട് ഓർമ്മയുണ്ട്, ഈ കൊല്ലൻ്റെ അടുത്ത് പോയിട്ട് നമ്മളൊരു ഇരിക്കലുണ്ടായിന്. കൊല്ലനിങ്ങനെ ഊതും, മൂപ്പരിങ്ങനെ ഉരുട്ടും, മൂപ്പരിങ്ങനെ മേടും, നമ്മളവിടെ പൂച്ചിരിക്കും പോലെ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കുറേ വട്ടം ഇരുന്ന്, അല്ലെങ്കിൽ ആശാരിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് ഒരു ഇരിക്കൽ. ആശാരി പറഞ്ഞ് ചിപ്പിളി എന്തിക്കോന്ന്, അങ്ങനെ കുറേ കാലം ചിപ്പിളി എന്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളും ആശാരിയാവും. അതുപോലെ ബിസിനസ്സിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നമുക്ക് ഏറ്റവും നല്ലത് ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ കൂടെ ഇരിക്കുക, ചായ കുടിക്കുക, അവരുടെ കൂടെ നടക്കുക, അവരുടെ കൂടെ യാത്ര ചെയ്യുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക. ഇൻ 2 to 3 years ടൈം യു വിൽ ബിക്കം എ ബിസിനസ് മാൻ. വെരി സിമ്പിൾ. അത് എങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കരുത്. ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. തലയിൽ ഐഡിയ വരും, ഇൻവെസ്റ്റ്മെൻറ്റ് വരും, പ്രൊഡക്റ്റ് വരും, ഒക്കെ വരും. ഈ എംപ്ലോയി മൈൻഡ് സെറ്റുള്ള ആളുകളുടെ കൂടെ എംപ്ലോയ്മെൻറ്റ് മാത്രം ചിന്തിക്കുന്ന, ഈ ദാരിദ്ര്യത്തെ പേടിച്ച് എംപ്ലോയ്മെൻറ്റ് മാത്രം ചിന്തിച്ച് റിസ്ക് എടുക്കാതെ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാതെ എപ്പോഴും പട്ടിണിയും ദാരിദ്ര്യം മാത്രം പറയുന്ന ആളുകളുടെ കൂടെ തന്നെ എന്നും ഇരുന്ന് ചായ കുടിക്കരുത്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മൈൻഡ് സെറ്റിൽ നമ്മൾ ആനയെ ചെങ്ങലക്കിട്ട മാതിരി നമ്മുടെ മൈൻഡിനെ ദാരിദ്ര്യത്തിൽ തളച്ചിടും. എപ്പോഴും നമ്മൾ ഒരു 10 to 15 years എംപ്ലോയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ബിസിനസ് മൈൻഡ് സെറ്റ് വേണം. മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മനസ്സിൽ ബിസിനസ്സുകാരനാവണമെന്നുള്ള സ്വപ്നം, ആ ഫയറിന് ഒരിക്കലും നമ്മൾ തീ കെടുത്തരുത്. അടിപൊളി, സെറ്റാവും. അൽത്താഫ്. വലൈക്കും സലാം, പറയൂ. ശംസുദ്ദീൻ സാബ്, പറയൂ. കോഴിക്കോടാണ്. ആ, നിലവിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് ബഹ്റൈനിലുണ്ട്. ഓക്കെ. എന്താ പരിപാടി? ചെറിയ രീതിയിൽ റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ വെജിറ്റബിൾ ഫ്രൂട്ട്സിന്റെ ഷോപ്പുകളുണ്ട്. അപ്പോ ഇതൊക്കെ ബേസിക്കലായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണ്. ഈ വെജിറ്റബിൾ ഷോപ്പുകളൊക്കെ ഒരു പേരില്ല? അല്ല, വ്യത്യസ്ത പേരിലാണ്. അവിടെ തന്നെ ആ ബ്രാൻഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ആ, ഓക്കെ. ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത് എന്താണെന്നാല്, ഞാൻ ഇപ്പൊ ഒരു ബ്രാൻഡ് നെയിം കൊണ്ടുവന്നിട്ട്, വെരി ഗുഡ്. ഞാൻ ആ ബ്രാൻഡിലേക്ക് ക്രിയേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ ഒരു 1 month ആയിട്ട് ഞാൻ അതിനെ പറ്റി പ്രോഗ്രാം ചെയ്തോളൂ. അപ്പൊ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുന്നതിലേക്കാണ് ആദ്യം ഞാൻ ശ്രദ്ധ നോക്കിയത്. ഓൺലൈൻ ബിസിനസിന്റെ വെബ്സൈറ്റ് ആണല്ലോ. അപ്പൊ എന്റെ വെബ്സൈറ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാനൊരു പേര്, അതിന് ഒരു കോമൺ ആയിട്ട് ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാണ്, അതിന്റെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്ന് അറിയണം. ഇതെങ്ങനെ നമുക്ക് കൂടുതൽ ഒരുപാട് അറിയാണ്ട്, ഒന്നും അറിയില്ല. യെസ്. നമ്മൾ അതൊരു സമഗ്രമായ വിദ്യാഭ്യാസമാണ്, പഠിപ്പിച്ചു തരാം. ബേസിക്കലി നിങ്ങളൊരു പേര് സെലക്ട് ചെയ്യണം. ആ പേരിന് നിങ്ങൾക്ക് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് അപ്രൂവൽ കിട്ടണം. ആ പേരിൽ നമ്മളൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യണം. ആ ലോഗോ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ട്രേഡ് മാർക്ക് കിട്ടണം. ആ ട്രേഡ് മാർക്കും കൂടി കിട്ടിക്കഴിഞ്ഞിട്ട് ആ പേരിൽ നമുക്കൊരു ബിസിനസ് സ്ഥാപനം ഓപ്പൺ ചെയ്യാനും ഈവൻ വെബ്സൈറ്റ് ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. കാരണം ഈ ലോഗോയുടെ തീമിലായിരിക്കും, ലോഗോയുടെ നെയിമിലായിരിക്കും, ലോഗോയുടെ മോഡലിലായിരിക്കും നമ്മൾ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഫൈനലൈസിങ് ദ നെയിം, ഗെറ്റിംഗ് ദ നെയിം അപ്രൂവ്ഡ്, ഗെറ്റിംഗ് ദ ലോഗോ, രജിസ്റ്ററിങ് ദ ലോഗോ ആസ് എ ട്രേഡ് മാർക്ക്. ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അത് ഓരോ സമയം വരുമ്പോൾ വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ. കീപ്പ് ഇൻ ദ സർക്കിൾ. നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ യൂസ് ദ സർക്കിൾ. അതിനെല്ലാത്തിനും പറ്റിയ ആളുകൾ എല്ലായ്പ്പോഴും ഉണ്ടാവും. അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കും നമ്മൾ അപ്രോപ്രിയേറ്റ് ആളുകളെ കണക്ട് ചെയ്ത് തരും കേട്ടോ. നമ്മുടെ സർക്കിളിൽ എല്ലാത്തിനും വേണ്ട റിസോഴ്സസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ. നിങ്ങൾ പിന്നെ എൻ്റെ നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് തരാം. ഓക്കെ, എന്നെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ. എൻ്റെ ഓഫീസ് നമ്പറും ഞാൻ കൂടെ ഇട്ട് തരാം. 7356705742.
ഇതിൽ ബന്ധപ്പെട്ടാൽ മതി. ഓക്കെ. ഹലോ, യെസ് പറയൂ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം, പറയൂ. എന്റെ പേര് ഇസ്ഹാഖ് എന്നാണ്. ഞാൻ ഒമാനിൽ നിന്നാണ് സംസാരിക്കുന്നത്. പറയൂ ഇസാഖ് സാബ്. ഞാനൊരു 2.5-3 വർഷം മുമ്പേ സാറിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു ഗൾഫുകാരൻ ഒരു 10-15 വർഷം ജോലി ചെയ്തിട്ട് ചായ കുടിക്കോ പൈസ ഇല്ലാത്ത ഒരു കഥ പറഞ്ഞൊരു കറക്റ്റ്. അപ്പോ ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി പഠിക്കുകയും ഒരു 2.5 വർഷം കൊണ്ട് ഒരു ഭയങ്കര എമൗണ്ട് ഞാനിപ്പോ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു എമൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പൊ. നിങ്ങളെ ഈ കഥ ഞാനൊരു 100 ആൾക്കാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ള എനിക്ക് ഇതുവരെ പറ്റുമോ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ഇന്നെ എങ്ങനെയാ ഇതിലെത്തിപ്പെട്ടെന്ന് പറഞ്ഞാല് ഒരു ചൈന എന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്റെ ഒരു ബിസിനസിന്റെ കാര്യം നടക്കും നടക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇതിൽ ഇതാക്കി. അപ്പൊ പിന്നെയാണ് അറിഞ്ഞത് നിങ്ങളെ ഈ പരിപാടി ആയത്. കുറച്ച് മുന്നേ ഇത് വീഡിയോ കാണൽ തുടങ്ങിയതാണ് അറിഞ്ഞത്. ഹീറോ ആണ് ശരിക്കും. അതിൻ്റെ ഒരു ചരിത്രം, നമ്മൾ ഒരു 35-ാം വയസ്സിലാണ് ജോലിയൊക്കെ രാജിവെച്ച് ബിസിനസ്സിലേക്ക് കടക്കണമെന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സുരേഷൊക്കെ പറഞ്ഞ പോലെ. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പഠിച്ച കാര്യങ്ങളായിരുന്നു അതൊക്കെ. അതാണ് നമ്മൾ അന്ന് യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുകയും നമ്മൾ ഇല്ല അങ്ങനെ പറയരുത്. എല്ലാം കറക്റ്റ് ടൈമാണ്. ഈ KFC തുടങ്ങിയ 63-ാം വയസ്സിലാണ്. അതുകൊണ്ട് വൈകിപ്പോയി എന്ന് പറയരുത്. അല്ല, ഞാൻ വൈകിപ്പോയി എന്ന് പറയാൻ കാരണം പറഞ്ഞാല് 12 വർഷമായി ഞാൻ ഒമാനിൽ വർക്ക് ചെയ്തു. അപ്പൊ ഈ 2.5 വർഷം മുമ്പേ ഞാൻ പിന്നെ ഈ മ്യൂച്വൽ ഫണ്ടിനെ നിങ്ങൾ ഒറ്റൊരു വീഡിയോ ഉണ്ട്. ഞാൻ മ്യൂച്വൽ ഫണ്ടിനെ എടുക്കുകയും ഈ മ്യൂച്വൽ ഫണ്ട് എടുക്കുകയായിട്ട് എനിക്ക് നാട്ടിലെ ഒരു രേഖയില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ നാട്ടിൽ അങ്ങനെ പോക്കില്ല. 15 ദിവസം 20 ദിവസം എന്നുള്ള മറ്റോരോ ബിസിനസ്സുമായിട്ട് ഇങ്ങനെ എല്ലപ്പം ബിസിയും കുറെ പ്രശ്നങ്ങളും ചെക്ക് പ്രശ്നവും ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ നാട്ടിലൊരു 15 ദിവസത്തേക്ക് പോകും വരും. ഇങ്ങനെയാണ് ഫാമിലിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം പോയത് എന്ന് പറഞ്ഞാല് മ്യൂച്വൽ ഫണ്ടിന് വേണ്ടി ആവശ്യമുള്ള ആധാർ കാർഡ്, അതുപോലെ ഇൻകം ടാക്സിന്റെ പിന്നെ ഇൻകന്റെ മറ്റേത്, അതുപോലെ എല്ലാ സംഭവങ്ങളും രാവിലെ ഞാൻ ഫയലും എടുത്ത് ഇറങ്ങും. അങ്ങനെ എല്ലാ പേപ്പറും ഞാൻ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വന്ന് 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തുടങ്ങുന്നു മ്യൂച്വൽ ഫണ്ട്. അങ്ങനെ ഒരു 3 മാസം കഴിയുമ്പോൾ അതൊരു 15000 ആക്കുന്നു. അങ്ങനെ ഒരു 6 മാസത്തിനുള്ളിൽ അതൊരു 25000 ആക്കുന്നു. അങ്ങനെ ഇപ്പൊ 25000 പെർ മന്ത് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നല്ലൊരു എമൗണ്ടും ആയി. നല്ല കഴിഞ്ഞൊരു 3 വർഷം നല്ല വളർച്ച ഉണ്ടായിട്ടുണ്ട്. നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് ഫണ്ടിന്. കുഴപ്പമില്ലാത്ത ഗ്രോത്തും ഉണ്ട്. അപ്പൊ ശരിക്കും ഞാൻ ചിന്തിച്ച അതല്ല, ഞാൻ 12 വർഷമായി ഇവിടെ. അപ്പൊ ഞാനൊരു 500 രൂപ വെച്ചിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ രക്ഷപ്പെട്ടെ. യൂസുഫ് അലി അറിയാണ്ടായി പോയി. നമ്മള് ആരും അങ്ങനെ പറഞ്ഞു തരാനും ഇല്ല. ഞാനിപ്പം കുറെ ആൾക്കാരോട് നമ്മളെ ചെറിയ ഇവിടെ ഫസ്റ്റ് വന്നിട്ട് ജോലിക്കെല്ലാം കയറുന്നത്. ഞാൻ എൻ്റെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ്. ഫയർ റൈറ്റഡ് ഡോർസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഞാൻ തന്നെയാണത് പിന്നെ എന്ത് ചെയ്യുന്ന മാനേജ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓണർ എല്ലാം ഒരു ഒമാനിയാണ്. അപ്പോ അതെന്റെ ഐഡിയ ആയിരുന്നു. അപ്പൊ ഞാനത് തുടങ്ങി അയാൾക്കൊരു പൈസ മാസം ഒരു എമൗണ്ട് കൊടുക്കലായിരുന്നു. അപ്പൊ അയാൾ അത് പിടിച്ചടക്കി എനിക്കിപ്പോ ഒരു മാസം ഒരു പൈസ എടുത്തായി. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഒരു പാർട്ണർഷിപ്പിലല്ല അതിപ്പം പോലെ. അങ്ങനെ ഓരോ നമുക്ക് പൂജത്തുമ്പം തുടങ്ങിക്കൂടെ പുതിയതൊന്ന്? പൂജത്തുമ്പം തുടങ്ങുന്നോണ്ട് പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ഒമാനെ സംബന്ധിച്ചിടത്തോളം ഫയർ റേറ്റഡ് ഡോർസിന്റെ ഒരു 5 കമ്പനി എടുത്തു നോക്കിയാല് കമ്പനിയുടെ പേര് പറയുന്നതിലും എന്റെ പേര് ഉണ്ടാവും.
അതെ, കമ്പനിയുടെ പേര് അറിയാൻ ചാൻസ് വളരെ. അതെ ഞാൻ പറഞ്ഞ നമുക്ക് പുതിയൊരു ബ്രാൻഡ് തുടങ്ങിക്കൂടെ എന്ന് വെച്ചാൽ മൂപ്പരില്ലാണ്ട്. അതെല്ലാം ആലോചിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറെ പിന്നെ ഗവൺമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറെ പ്രൊജക്ടുകൾ ഉണ്ടല്ലേ, ROP പ്രോബ്ലംസും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാന്ന് പറഞ്ഞാല് എനിക്കിപ്പം കുറെ പിന്നെ എന്താ ഇപ്പം കമ്പനി UP-ക്കാർട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനൊരു മലയാളി മാത്രമേ ഉള്ളൂ. ഞാനാണ് പർച്ചേസും, ഞാൻ ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അപ്പോ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി പെയിന്റ് അടിച്ച് പിന്നെ ബിൽഡിങ്ങുകളിൽ കൊണ്ടുപോയി വെക്കുന്ന പരിപാടിയാണ്. അപ്പോ കസ്റ്റമറെ പിടിക്കല്, കസ്റ്റമറെ കാര്യങ്ങളെ സെറ്റ് ചെയ്യൽ, ഇതെല്ലാം എന്റെ പരിപാടി. ഫുൾ A to Z പരിപാടിയാണ്. അത് പറഞ്ഞാൽ ഞാനിപ്പോ എന്റെ വീട്ടിലെത്തിക്കല് രാവിലെ ഞാൻ ഒരു 7 മണിക്ക് അങ്ങനെ ഇന്ന് ഇറങ്ങിയതാ. ഇപ്പൊ 9:40 ഞാൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ദിവസം 350-400 കിലോമീറ്റർ മിനിമം ഡ്രൈവ് ചെയ്യും. കൂടിയാല് 1000-1100 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്യും. അതൊക്കെ നമുക്ക് പഠിച്ചവൻ തിരിച്ചു തരും. ആ ഓരോ അധ്വാനങ്ങളും പഠിച്ചവൻ നമുക്ക് തിരിച്ചു തരും. തിരിച്ചു തന്നിട്ടുണ്ട് എന്ന് പറയേ. ഈ ഒരു വർക്ക് ചെയ്യുന്ന എന്റെ അത്ര സാലറി മേടിക്കുന്ന ആ ടൈമിലുള്ള സാലറി മേടിക്കുന്നു, അത്ര ഒരു ഓളി ഉണ്ടാക്കിയോ വേറെ കമ്പനിയെല്ലാം ഭയങ്കരമായിട്ടുള്ള ഒരു മൾട്ടി കമ്പനി അല്ല അവിടെ ഉണ്ടാവും. എന്നെ പോലെ ചെറിയ ഒരു രീതിയിൽ 10,000 പരിപാടി ഉണ്ടാക്കിയിട്ട് ഒരു മാസം ഞാൻ $150-150-200 വിൽക്കുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. എന്റെ നമ്പർ ഞാൻ അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാട്സപ്പിലൊന്ന് ബന്ധപ്പെടിട്ടോ. ആ 819 എന്ന് പറയുന്ന നമ്പർ. ഓക്കെ. അപ്പൊ ഷിഹാബിനോട് ചോദിച്ചാൽ മതി എന്റെ നമ്പർ. ഷിഹാബിനോട് ചോദിച്ചാൽ മതി. ഷിഹാബ് നമ്മുടെ പാർട്ട്ണറാണ്. നിങ്ങളോട് ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് കാര്യങ്ങൾ പറയാൻ വേണ്ടി നിങ്ങളെ മാറ്റം വരുത്തി, അതിന്റെ ഒരു മാറ്റം വരുത്തിയ മാറ്റം ഉണ്ടല്ലോ. ഷിഹാബ് സാഹിബ് മൂപ്പർക്ക് എന്റെ നമ്പർ ഒന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. ഇൻഷാല്ലാ. നിങ്ങൾ ബഹ്റൈനിലല്ല ഉണ്ടാകുക? ഒമാനിലോ ബഹ്റൈനിലോ? ഒമാൻ. അപ്പോൾ ഒമാനിൽ വരുമ്പോൾ കാണാം. ഒമാനിൽ നമ്മളെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട്. വരും. എല്ലാ മാസവും ഏകദേശം വരലുണ്ട്. ഞാൻ വരുമ്പോൾ വിളിക്കാം. എൻ്റെ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോ. ഇൻഷാല്ലാ. സന്തോഷം. ആയിക്കോട്ടെ. അപ്പോൾ കാണാം, ചൈനയിൽ വെച്ച് കാണാം. ആയിക്കോട്ടെ. ഇനി ആരാ? അപ്പോൾ നമ്മളിപ്പോൾ ഇന്നത്തെ ദിവസം നിർത്തല്ലേ? ആരെങ്കിലും ഒരു സാദിഖ് ഭായ് മെസ്സേജ് ഇട്ടിരുന്നു. സാദിഖ് പല്ലത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ലാസ്റ്റ് ക്വസ്റ്റൻ ആയിക്കോട്ടെ ഇന്നത്തെ. സാദിഖാണ് ഇപ്പോൾ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് നിർത്തുകയാണ്. നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യാന്ന് പറയുന്നത്, ഒന്ന് പറയൂ. നമ്മളിപ്പോ ചെയ്യുന്നത് ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ആണ് ഒരു കമ്പനിയുടെ. യെസ്. ഒരു പലതരം കമ്പനിയുടെ. ഓക്കെ. അപ്പൊ ആഫ്രിക്ക, പിന്നെ സൗദി അറേബ്യ, ഖത്തർ, അങ്ങനെ ഒട്ടുമിക്ക രാജ്യങ്ങളിലുള്ള കമ്പനികളുടെ നമ്മളിപ്പോ ചെയ്യുന്നുണ്ട്. ഇനിയും അത് ഇലാബറേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു സൈഡില്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു ബ്രാൻഡിങ് ആക്കി മാറ്റണം നമ്മുടെ കമ്പനീനെ. നമ്മുടെ കമ്പനീനെ എന്ന് പറയുമ്പോ ഇപ്പൊ ഇ-കൊമേഴ്സ് ഓൾറെഡി നമ്മൾ മറ്റുള്ള കമ്പനികൾക്ക് ഇ-കൊമേഴ്സ് സൈറ്റ് ചെയ്ത് കൊടുക്കുന്നു, അവരുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നു. അപ്പോ നമുക്ക് എന്തുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള ഒരു തോന്നല്. ഓക്കെ. പക്ഷെ അതിനുള്ള പ്രോഡക്ട്സ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യണം. ഐ മീൻ ബാക്കിയുള്ള സാറ് പറഞ്ഞല്ലോ, കണക്റ്റഡ് ബിസിനസ്സാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഈ പ്രോഡക്ട്സുകളെ നമ്മൾ എന്ത് പ്രോഡക്ട്സുകളാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്? ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഞാൻ ചെയ്യുന്ന പണിയായതുകൊണ്ട് ഉത്തരം പറയാൻ ഈസിയാണ്. എനിക്ക് 2 ബിസിനസ് ഉള്ളത്. ഒന്ന് ട്രാവലിങ്ങും ഒന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ്ങും ആണല്ലോ. ട്രാവലിങ്ങും ഒന്ന് കോർപ്പറേറ്റ് ട്രെയിനിങ്ങും ആണ്. അപ്പം നമ്മളിപ്പോൾ അതിൽ ചെയ്യുന്ന, ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ എടുക്കുന്ന പ്രൊഡക്റ്റുകൾ, ഒന്ന് ട്രാവൽ പ്രൊഡക്റ്റുകളാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ട്രാവൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാഗുകളാവാം, അതിൻ്റെ ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്ന ചാർജറുകളാവാം, അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ട്രാവൽ എസെൻഷ്യൽസ് ഉണ്ടല്ലോ, അതാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുന്നത്. രണ്ടാമത്തെ നമ്മൾ കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ കോർപ്പറേറ്റ് കമ്പനിക്ക്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എല്ലാ കമ്പനികൾക്കും വർഷത്തിൻ്റെ തുടക്കത്തിൽ ഡയറി ഉള്ള ഒരു സെറ്റ്, ഒരു ഗിഫ്റ്റ് സെറ്റ്, ഓരോ കമ്പനിയും 1000 മുതൽ 10,000 വരെ പീസ് അടിക്കും. അതാണ് കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ നമ്മൾ സെർവ് ചെയ്യുന്ന, ബ്രാൻഡിങ് ചെയ്യുന്ന എല്ലാ കമ്പനികൾക്കും
ആക്ച്വലി കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് സൊല്യൂഷൻസ് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഫ്യൂ പ്രൊഡക്ട്സ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഓർഡർ കിട്ടിയിട്ട് നിങ്ങൾ ചൈനയിൽ ഓർഡർ കൊടുത്താൽ മതി. വിതിൻ 1 month അല്ലെങ്കിൽ 40 days നമുക്കത് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങളുടെ ക്ലയൻറ്റിന് ആവശ്യമുള്ള സാധനങ്ങളുടെ സോഴ്സിങ് കണ്ടെത്തി വെച്ചാൽ മതി, പർച്ചേസ് ചെയ്യേണ്ട. ഓൾറെഡി നിങ്ങൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ഗിഫ്റ്റ് യെസ് ഓൾറെഡി നമ്മൾ കമ്പനിക്ക് അതിന്റെ മാർക്കറ്റിംഗ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. യെസ് അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്കൊരു ചിന്ത വന്നതുകൊണ്ട് നമുക്ക് കോർപ്പറേറ്റ് ഗിഫ്റ്റ് ചെയ്യാം എന്നുള്ളത്, സ്റ്റാർട്ടിങ് അതിൽ ചെയ്താലോ എന്നുള്ളത്. പക്ഷെ അത് ഇതുമായി റിലേറ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മളിപ്പം ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നിയർലി ഒരു 10-200 സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? അഡ്മിൻ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ആ, അതായത് നമുക്ക് 10-200 സ്റ്റാളുകൾ കാണാം. ഈ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിൻ്റെ മാത്രം ഒരുപാട് ഓപ്ഷൻസ്, മഗ്, കപ്പ്, മറ്റത് മറിച്ചത്, അങ്ങനെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാവും. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. എന്നിട്ട് അവരുടെയൊക്കെ കാറ്റലോഗുകൾ കളക്ട് ചെയ്ത് പോരാ. എന്നിട്ട് നമ്മുടെ ക്ലയൻറ്റിന് ഉതകുന്ന കുറച്ച് സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് അതിനെ പ്രൊഡക്റ്റായിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇത് വേണോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് എപ്പോഴാണോ ഓർഡർ കിട്ടുന്നത്, 1000 പീസ് അല്ലെങ്കിൽ 500 പീസിൻ്റെ മേലെ ഓർഡർ കിട്ടുമ്പം അത് ഓർഡർ ചെയ്തിട്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇ-കൊമേഴ്സ് ഉണ്ടാക്കിക്കോളൂ, വെബ്സൈറ്റ് ഉണ്ടാക്കിക്കോളൂ, പ്രൊഡക്റ്റ് പാക്കേജിങ് ചെയ്തോളൂ, ലിസ്റ്റ് ചെയ്തോളൂ. പക്ഷേ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യരുത്. പർച്ചേസ് ഓർഡർ കിട്ടിയിട്ട് ചെയ്താൽ മതി. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടൈം നമുക്ക് ദുബായിൽ നിന്ന് ഇപ്പൊ നമുക്ക് ഓൾറെഡി 500 ഇത് വന്നിട്ടുണ്ട്, ഓർഡർ വന്നിട്ടുണ്ട്. ദുബായിലെത്താൻ ഭയങ്കര ഈസിയാണ് ചൈനയിൽ നിന്ന്. വെരി ഈസി മാർക്കറ്റാണ് ദുബായ്. ദുബായിൽ നിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ചൈനയിൽ നിന്ന് ഇറക്കിയാൽ മതിയാവും അല്ലേ? അല്ല, ഞാൻ മീൻ ഈവൻ ചൈനയിൽ നിന്ന് സോഴ്സ് ചെയ്താൽ തന്നെ അത് ദുബായിൽ എത്തിക്കാൻ മീൻസ് വെരി ഈസി ആണെന്ന് പറയാം. വെരി വെരി ഈസിയാണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മൾ ഫാർമസി പ്രൊഡക്ട്സ് ഒക്കെ ദുബായിൽ നിന്ന് നമ്മൾ 51 ദിറംസിന് സോഴ്സ് ചെയ്യുന്ന സാധനം നമുക്ക് ചൈനയിൽ നിന്ന് ഇവിടെ എത്താൻ നിയർലി 22 ദിറംസേ ആയിട്ടുള്ളൂ. അതായത് നമ്മൾ 51 രൂപക്ക് വാങ്ങി 80 രൂപക്ക് വിൽക്കുന്ന സാധനം അല്ലെങ്കിൽ 100 രൂപക്ക് വിൽക്കുന്ന സാധനം നമ്മൾ ചൈനയിൽ നിന്ന് 28 രൂപക്ക് അല്ലെങ്കിൽ 22 രൂപക്ക് എത്തിച്ചിട്ട് നമ്മൾ 70 രൂപക്ക് വിൽക്കുന്നു. നമുക്ക് കസ്റ്റമർക്കും പ്രൈസ് കുറവ്, നമുക്കും GP കൂടുതൽ. അപ്പോൾ എപ്പോഴും ആ ഒരു ചൈനീസ് സോഴ്സിങ്ങിന് അതിൻ്റെതായ ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ട്. ക്വാളിറ്റി ബെനിഫിറ്റും ഉണ്ട്, ഫൈനാൻഷ്യൽ ബെനിഫിറ്റും ഉണ്ട്. ദുബായിൽ നിന്ന് സോഴ്സ് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ല മാർജിൻ ഉണ്ടാക്കാനും കസ്റ്റമറിന് നല്ല പ്രൈസിന് കൊടുക്കാനും കഴിയില്ല. ദാറ്റ്സ് വൈ ചൈന ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ഓർഡർ കിട്ടിയ ട്രിപ്പ് മുതലാവും. നമ്മൾ അപ്പോൾ ട്രിപ്പ് മുതലായി അതിൻ്റെ പ്രോഫിറ്റ് അയിമ തന്നെ കിട്ടും. ചാലോ, അടിപൊളി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഞാൻ വീണ്ടും ഇന്ന് നിങ്ങൾ ഉറങ്ങേണ്ടത് നമ്മളെ മറ്റേ എന്താണ് പറയുക, ശ്രീനിവാസനും മോഹൻലാലുള്ള സിനിമയിൽ ഒരു രണ്ടാളും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നമുക്ക് ഒരു വീട് മേടിക്കണം, നമുക്കൊരു കാറ് മേടിക്കണം, സ്വന്തമായിട്ട് 100 പശുക്കൾ വേണം, ഐറ്റങ്ങളങ്ങനെ കരച്ചിലിങ്ങനെ കേൾക്കുമ്പോൾ എന്താ രസമല്ലെന്ന ജോലി ഇങ്ങനെ കടന്ന് സ്വപ്നം കണ്ട ഓർമ്മല്ല നിങ്ങൾക്ക്. അതേപോലെ ഇന്ന് ഉറങ്ങാൻ കിടക്കുമ്പം നമ്മുടെ പേരിൽ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു റീറ്റെയിൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സർവീസ് ബ്രാൻഡ് അതൊക്കെ ഉണ്ടായിട്ട് നമ്മളിങ്ങനെ വലിയ യൂസഫ് അലിയായി മാറുന്നതും, നമ്മൾ നല്ലൊരു ബ്രാൻഡ് സെല്ല് ചെയ്യുന്നതും, വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതും, നമ്മുടേതായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനി ഫോം ചെയ്യുന്നതും, നമ്മൾ വലിയ ഒരു ഫാമിലി വെൽത്തുള്ള ഒരു ഫാമിലിയുടെ മെമ്പറായി അല്ലെങ്കിൽ നമ്മുടെ തറവാടിൻ്റെ ഇസ്സത്ത് നമ്മളിലൂടെ വളരുന്നതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ട് പോയി ഉറങ്ങിക്കോളിങ്ങൾ. ഓ ജംഷാദ് പറയോ, ജംഷാദ് പറയോ. അതല്ലേ, ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മളൊരു ട്രാൻസ്പോർട്ട് കമ്പനിയാണ്. നമ്മൾ ഈ കമ്പനി ഫോം ചെയ്തത് 2020-ലാണ്. അൽഹംദുലില്ലാഹ് ഇന്നിപ്പോ അന്ന് നമ്മള് ഒരു 3 വണ്ടിയായിട്ട് തുടങ്ങിയതാണ്. പിന്നെ 2 വർഷം കോവിഡ് അതൊക്കെ ആയി 2022 മുതലാണ് പിക്കപ്പ് വന്നത്. ഇന്ന് അൽഹംദുലില്ലാഹ് നമുക്കൊരു 30 വണ്ടി ഉണ്ട്. അപ്പം അതായത് നമ്മുടെ ഇതിന്റെ ഒരു, ഞാൻ ഈ പറഞ്ഞതിൽ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തത് തന്നെ നമ്മൾ കമ്പനീന്റെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാം, പിന്നെ ഗൂഗിളില് SEO ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്ത് ഏറ്റവും മേലേക്ക് തന്നെ എത്തിക്കുക. അങ്ങനെ ഒരുപാട് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ നമുക്ക് നന്നായി പോകുന്നുണ്ട്. പക്ഷെ ഇനി മുന്നോട്ട് ഇനി ഇതിലോട്ട് എന്താണ് ഇനി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയെന്ന് നിങ്ങളെ 10 വർഷത്തെ വിഷൻ എന്താ? അതിന്റെ ഒരു മാക്സിമം പറഞ്ഞു കഴിഞ്ഞാല് ഫാഷന്റെ വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിനൊരു മാക്സിമം ഒരു 40 ട്രക്സ് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ്ങിലുള്ള വിഷൻ. എന്താ 400 ആയാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതാണ് ഇത് നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളോട് ഇപ്പൊ ആരാ ചോദിച്ചേ? ടോട്ടലി ഇപ്പൊ ഓവറോൾ നമ്മളിപ്പോ നോക്കുന്നത് ഭയങ്കര വലുതാണ്. അതിനെ വിഷൻ ഇതുവരെ ഒരു വിഷനും അത് ആരും ആവട്ടെ, നമ്മളിപ്പോൾ പേരെടുത്ത് പറഞ്ഞ ഈസ്റ്റേൺ ആവട്ടെ, VKC ആവട്ടെ, നെസ്റ്റോ ആവട്ടെ, ജീപ്പാസ് ആവട്ടെ, ലുലു ആവട്ടെ, ജിക്കിങ് ആവട്ടെ, ബൈജൂസ് ആവട്ടെ, കല്യാൺ ആവട്ടെ, ഐഡിഫ്രഷ് ആവട്ടെ, ഇംബെക്സ് ആവട്ടെ, മൊക്കോബർ ആവട്ടെ, ആരും ആവട്ടെ, ഇവർക്കൊക്കെ വിഷൻ മാത്രമേ ഉള്ളൂ. കീശയിൽ പൈസ നഹി ഹെ. വിഷൻ ഉള്ളവൻ്റെ വിഷൻ വാങ്ങാൻ ആൾ പൈസയായിട്ട് വരുടോ. നമ്മളെ നാട്ടിൽ നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ പൈസൻ്റെ ചാക്കുമായിട്ട് ആൾ നടന്നു വരും നമ്മളെ ഓഫീസിലേക്ക്. നമ്മൾ പൈസയല്ല, വിഷനിൽ ക്ലാരിറ്റി ഉണ്ടാക്കേണ്ടത്. വിഷനിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചൈന ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ബിസിനസ്സിൻ്റെ വിഷൻ പ്ലാനിങ് വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടാവും. അതിലൂടെ കടന്നു പോവുക, ബിസിനസ്സിൻ്റെ 10 വർഷത്തെ വിഷൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനു വേണ്ട സമഗ്രമായ രൂപരേഖ എഴുതി ഉണ്ടാക്കുക, നമ്മളൊരു ഭരണഘടന എഴുതി ഉണ്ടാക്കും പോലെ. എന്നിട്ട് അതിൽ മൈന്യൂട്ടായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വർക്ക് ചെയ്യാം. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു പരത്തി ഒരു നായ്പാച്ചിലല്ല. ആക്ച്വലി അങ്ങനെ ഓടിയാൽ എവിടെ എത്തൂല. പ്ലാൻഡ് എക്സിക്യൂഷനാണ്. ആവശ്യമുള്ളിടത്ത് മാത്രമേ നടക്കാവൂ, ആവശ്യമുള്ളിടത്ത് മാത്രമേ മേടാവൂ. പക്ഷെ കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് മേടണം. അതാണല്ലോ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. മറ്റവന് കടം തീർന്ന ദാരിദ്ര്യം തീർന്ന സമയം ഉണ്ടാവില്ല. നായ്പാച്ചിൽ പോയവന് കടവും ദാരിദ്ര്യവും തീർന്ന സമയം ഉണ്ടാവില്ല. ഓൻ്റെ ഓട്ടം കണ്ടാൽ വിചാരിക്കും ഓന് കോടികൾ ഉണ്ടാക്കേണ്ടത്. പക്ഷെ ഓനെ എവിടെ എത്തിയിട്ടുണ്ടാവില്ല. കാരണം ആ പ്ലാനിങ്ങിൻ്റെ അഭാവമാണത്. ഇൻഷാ അല്ലാഹ് ശരിയാവും. യു ആർ വിത്ത് റൈറ്റ് ഗ്രൂപ്പ്, റൈറ്റ് കമ്മ്യൂണിറ്റി, റൈറ്റ് ട്രൈബ്, റൈറ്റ് പേഴ്സൺ. ഇൻഷാ അല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വെബിനാറിൽ അല്ലെങ്കിൽ ചൈനയിൽ വെച്ച് എല്ലാവരെയും കാണാം. എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഒരുപാട് കൂടുതൽ ചർച്ച ചെയ്യാം, അടുത്ത് പരിചയപ്പെടാം. ഒരാഴ്ച നമ്മൾ കൂടെ ഉണ്ടാവും. ലെറ്റ്സ് സെലിബ്രേറ്റ് അവർ ഡ്രീം ഇൻഷാ അല്ലാഹ്.